ഡയറക്ടർ റൈറ്റർ നാഷണൽ അവാർഡ് വിന്നർ പ്രശാന്ത്, വെൽക്കം ടു സ്റ്റാർ ജാം. ഹായ്. ഞാനൊരു കമ്മ്യൂണിക്കേറ്റീവ് ഫിലിം മേക്കറായിട്ട് പറയുന്നത് വെച്ചാൽ എൻ്റെ ടോപ്പിക്സുകൾ കുറച്ച് ടഫർ ടോപ്പിക്സുകളാണ്. പക്ഷെ ഞാൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിനിമ അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. സൈബർ പങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം കോമഡിയൊക്കെയാണ്. ഇപ്പോൾ ഒരു ജോണർ നമ്മൾ ലോകത്ത് എല്ലായിടത്തും ഉള്ളതാണ്. മലയാളത്തിലും ഇതിൻ്റെ ടേസ്റ്റുള്ള സിനിമകളൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ സിനിമകൾ ഇനി പടപടാ ഇതിൻ്റെ ബാക്കിൽ വരത്തുള്ളൂ. രജിഷ വാവ്. രജിഷ വാവാണ്. രജിഷ സച്ച് എ ടാലന്റഡ് ആക്ട്രസ് ആൻഡ് കുറച്ചൊരു ക്രേസി ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. അതിന്റെ സംഭവങ്ങളൊക്കെ അതിന് ഇപ്പൊ ഡാൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഐറ്റം ഡാൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അവരങ്ങനെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് അത് വാവാണ്. ഐറ്റം സോങ് എന്ന് വിളിക്കാൻ പറ്റുമോ? വലിയൊരു ക്യാപിറ്റലിസത്തില് സ്ത്രീ ശരീരം എന്ന് പറയുന്നത് ഒരു വിൽപ്പന മുതലായിട്ടാണ് കച്ചവടക്കാരെല്ലാം ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന് ഐറ്റം എന്ന് വിളിക്കണോ എന്നുള്ളതാണ് ചോദ്യം. സ്ത്രീകളെ ചരക്കെന്നൊക്കെ വിളിക്കുന്ന ഒരു സമൂഹം അല്ലേ. ബെറ്റർ നെയിം ഉണ്ടോ? ഹോണി മെന്നിന്റെ ഒരു കളക്റ്റീവാണ് നമ്മളെല്ലാവരും. അപ്പൊ ഞാൻ ഐറ്റം സോങ് തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിനിമകളാണ് അവാർഡ് സിനിമകളെന്ന് പറയുന്നത്. ഭയങ്കര ഇന്റലിജൻസ് ഉള്ള സാധനങ്ങളെ കളിയാക്കുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. അത് കാക്ക ദൂരെ കരയുന്നു, അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ വയലത്തോട് നടന്നു വരുന്നു എന്നൊക്കെ പറയുന്ന സിനിമകളെ കുറെയൊക്കെ മനസ്സിലാവാത്ത സാധനങ്ങൾ ആൾക്കാർ അവാർഡ് സിനിമ എന്ന് കാറ്റഗറൈസ് ചെയ്യും. ഫ്ലിപ്പ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവാർഡ് സിനിമ എടുക്കണമെന്നല്ലേ എന്നൊരു തോട്ടം കുറെ പ്രൊഡ്യൂസർമാർക്കുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും ചെയ്യാൻ പറ്റില്ല. 2046 എങ്ങനെയാ ഷൂട്ട് ചെയ്തത്? അപ്പോൾ എക്സ്റ്റീരിയർ കാണിച്ചേക്കുന്നത് നമ്മൾ കൊച്ചിയിൽ തന്നെ ബ്രോഡ്വേ പോലത്തെ സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ക്ലോസ്ട്രോഫോബിക് ആയിട്ട് നമ്മൾ ഹോങ്കോങ്ങിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോങ്കോങ്ങിൽ ഈ സൈബർ പങ്ക് സിനിമകളിലൊക്കെ ഒരു മോൺസ്റ്റർ ബിൽഡിംഗ് എന്ന് പറയുന്ന ബിൽഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫോമേഴ്സിലുണ്ട്. അത് നല്ല രസമാണ്. ഈ ബിൽഡിംഗ് ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കും. അർബൻ ഹെൽ എന്നൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ വരെ, അല്ലെങ്കിൽ അർബൻ സ്ലം എന്ന് വരും. പക്ഷെ നമ്മൾ അവിടെ പോയി കണ്ടപ്പോഴത്തേക്കും ദേ വെരി ഹാപ്പി ആൻഡ് കംഫർട്ടബിൾ കേട്ടോ. കേരളമായിട്ടാണ് കാണിക്കുന്നത്. മറ്റേ സംസ്ഥാന സമ്മേളനമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഷോപ്പ് എന്നൊക്കെ എഴുതി വെച്ച് 4.5 ഗാങ്സിൽ 4th എപ്പിസോഡ് കംപ്ലീറ്റ്ലി 20 മിനിറ്റും ഇരുട്ടത്താണ് നടക്കുന്നത്. അപ്പോൾ ഇരുട്ടത്ത് നടക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് ഉറക്കം വരാം. അപ്പോൾ അത് കാരണം ഇടയിൽ എവിടെയെങ്കിലും വെളിച്ചവും വരണം, പ്രൈമലായിട്ടുള്ള ശബ്ദങ്ങളും വരണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് സെന്തിലിനെ അടിക്കുമ്പോഴത്തേക്കും സെന്തില് മറ്റേ പഴയ സ്വപ്നത്തിലോട്ടൊക്കെ പോയിട്ട് വരുന്നത്. അപ്പം ബേസിക്കലി ആ പ്യൂപ്പിളിനെ ഡയലേറ്റ് ചെയ്ത് പ്യൂപ്പിളിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സാധനം. അപ്പോൾ അതാണ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ്റെ ഒരു സീക്രട്ട്. IIT പഠിച്ച് പാസ്സായ ഒരു മലയാളം ഡയറക്ടറാണ്, ഫിലിം മേക്കറാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത്. ഡയറക്ടർ റൈറ്റർ നാഷണൽ അവാർഡ് വിന്നർ പ്രശാന്ത്, വെൽക്കം ടു സ്റ്റാർ ജാം. ഹായ്. നാഷണൽ ഫിലിം അവാർഡ് ഫോർ എൻവയൺമെന്റ് കൺസർവേഷൻ. അതെ. അതാണ് ആ വസവ്യൂഹത്തിന് കിട്ടിയേക്കുന്നത്. നാഷണൽ അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ മാറി എന്ന് പറയണം. ആസ് എ ഫിലിം മേക്കർ ഒരാൾ എങ്ങനെ മാറും? ആസ് എ ഫിലിം മേക്കർ എനിക്ക് കുറേ പണ്ട് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ടീച്ചിങ് ഉണ്ടായിരുന്നു. ഞാൻ IIT-യിൽ അഡ്ജങ് ഫാക്കൽറ്റി ആയിരുന്നു. പിന്നെ അല്ലാതെ കുറേ കോളേജസിൽ എടുക്കുമായിരുന്നു. നാഷണൽ അവാർഡിന് ശേഷം എനിക്ക് പല സ്ഥലത്ത് ശമ്പളം കൂടിയിട്ടുണ്ട്. പഠിപ്പിക്കുന്നതിന് ശമ്പളം കൂട്ടിയോ? അതെ, ശമ്പളം കൂടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു PhD എടുക്കുന്നതൊക്കെ പോലത്തെ ഒരു ലെവലിൽ കോളേജസ് അതിനെ ബഹുമാനിക്കും. അവാർഡ് വിന്നർ എന്ന് പറയുന്നത്. പിന്നെ നാഷണൽ അവാർഡ് ആസ് എ ഫിലിം മേക്കർ എന്ന് പറയുമ്പോഴത്തേക്കും വെൻ വി പിച്ച് ടു പ്ലാറ്റ്ഫോംസ്, നമ്മൾ പ്ലാറ്റ്ഫോംസിനൊക്കെ പിച്ച് ചെയ്യുമ്പോഴത്തേക്കും അതൊരു എൻട്രി പോയിന്റ് നല്ല രസമായിട്ടാണ്. അതിനൊരു ഫ്ലിപ്പ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവാർഡ് സിനിമ എടുക്കണമെന്നല്ലേ എന്നൊരു തോട്ടം കുറേ പ്രൊഡ്യൂസർമാർക്കുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും ചെയ്യാൻ പറ്റില്ല. അവാർഡ് സിനിമ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? അവാർഡ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിനിമകളാണ് അവാർഡ് സിനിമകളെന്ന് പറയുന്നത്. മലയാളത്തിലെ പോപ്പുലർ കൾച്ചറിൽ നമ്മൾ ഈ ഭയങ്കര ഇൻ്റലിജൻസ് ഉള്ള സാധനങ്ങളെ കളിയാക്കുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. അത് എല്ലാത്തിലും ഭയങ്കര ഭുജിയോ വലിയ അത് ഈ ഒരു സാധനത്തിൽ ഇപ്പോൾ അവാർഡ് സിനിമകളും ഒരുപാട് കാലമായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്ക ദൂരെ കരയുന്നു, അത് കഴിഞ്ഞിട്ട് കലത്തിൽ ചെറിയ തുള്ളി വെള്ളം വീഴുന്നു, അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ വയലത്തോട് നടന്നു വരുന്നു എന്നൊക്കെ പറയുന്ന സിനിമകൾ, അത് കുറേയൊക്കെ മനസ്സിലാവാത്ത സാധനങ്ങളെ ആൾക്കാർ അവാർഡ് സിനിമ എന്ന് കാറ്റഗറൈസ് ചെയ്യും. മറ്റേത് കമേഴ്ഷ്യൽ സിനിമയായിട്ടും കാറ്റഗറൈസ് ചെയ്യും. അത് ആൾക്കാർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു. പ്രശാന്ത് ഏത് ഫിലിം മേക്കറായിട്ട് സ്വയം പറയും? ഞാനൊരു കമ്മ്യൂണിക്കേറ്റീവ് ഫിലിം മേക്കറായിട്ട് പറയും. എന്ന് വെച്ചാൽ എൻ്റെ ടോപ്പിക്സുകൾ കുറച്ച് ടഫർ ടോപ്പിക്സുകളാണ്. പക്ഷെ ഞാൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിനിമ അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അതിലിപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറോ ഒരു അങ്ങനത്തെ ഒരു വലിയൊരു സ്റ്റാർ വരാത്തതുകൊണ്ടാണ് അത് കോമൺ ആൾക്കാർ അധികം അതിനെ അപ്രോച്ച് ചെയ്യാത്തത്. അത് വന്നു തുടങ്ങുമ്പോഴത്തേക്ക് അവർക്ക് ഇത് ഇഷ്ടപ്പെട്ട് തന്നെ തുടങ്ങും. ആദ്യമായിട്ട് തിയേറ്ററിൽ ഒരു പടം റിലീസ് ചെയ്യാൻ പോവാണ്. അതെ,
ആദ്യമായിട്ടൊന്നും പറയാൻ പറ്റുമോ? അത് ഇതിന് അല്ലല്ല, ഇതിന് മുമ്പ് സംഘർഷഘടന ഒരു ചെറിയ റിലീസ് ചെയ്തു. അത് OTT പറഞ്ഞു തിയേറ്ററിൽ റിലീസ് ചെയ്താൽ മാത്രമേ അവർ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിനുവേണ്ടി റിലീസ് ചെയ്തത്. അതിന് വേണ്ടി റിലീസ് ചെയ്തതാണ്. അപ്പോൾ അതൊരു 35 സെൻറ്റേഴ്സിലാണ് അതൊരു ഡിസ്ട്രിബ്യൂട്ടർ വഴിയാണ് റിലീസ് ചെയ്തത്. ആ ഡിസ്ട്രിബ്യൂട്ടർ എനിക്ക് ആകെ അതിൽ നിന്ന് മൾട്ടിപ്ലക്സിൽ നിന്നല്ലാതെ ബാക്കി പൈസ പോലും എനിക്ക് കളക്ട് ചെയ്ത് കിട്ടിയിട്ടില്ല. പക്ഷേ അപ്പം നമ്മൾ പ്രൊമോഷൻ ചെയ്തില്ല, കാരണം അതൊരു നീഷ് പടമാണ്. അപ്പോൾ അത് ഒരു പ്രൊമോഷൻ ചെയ്യില്ല. ദിസ് ഈസ് മൈ പ്രോപ്പർ തിയേറ്റർ റിലീസ്. ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദിസ്. തിയേറ്റർ റിലീസാണിത്. അതെ അതെ. മസ്തിഷ്ക മരണം, അതാണ് പ്രശാന്തിന് വരാൻ പോകുന്ന പടം, തിയേറ്ററിൽ റിലീസാവാൻ പോകുന്ന പടം. മസ്തിഷ്ക മരണം എപ്പോഴാണ് സംഭവിക്കണേ? മസ്തിഷ്ക മരണം സിനിമയിൽ മസ്തിഷ്ക മരണത്തിന് ഒരു 3-4 ഇൻസ്റ്റൻസുകളുണ്ട്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് സിനിമയെക്കുറിച്ച് തിരിച്ച് തിങ്ക് ബാക്ക് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം സിനിമ ഫുള്ളായിട്ട് ഓർമ്മ നിൽക്കത്തില്ല. കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര രസമായിരിക്കും. അങ്ങനത്തെ ഒരു ഡിസൈനും ആ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ ഒരു എൻ്റർടൈനറിന് സ്ഥിരമായിട്ട് അങ്ങനെയുള്ളൊരു സാധനമുണ്ട്. മസ്തിഷ്കമരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മോഡേൺ മീഡിയയിൽ നമ്മുടെ ഇത് ജഗദീഷ് സാറ് പറഞ്ഞതാണ് കേട്ടോ. ഡെഫിനേഷൻ പറഞ്ഞു. ഹൃദയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ ബ്രെയിൻ ഓഫായിരിക്കും മോഡേൺ മീഡിയ കൺസംഷനിൽ. നമ്മൾ അങ്ങനെയാണ്. അപ്പം അതേപോലത്തെ ഒരു തോട്ടുണ്ട്. പക്ഷേ ജഗദീഷ് സാർ തന്നെ പ്രോപ്പർ ഭാഷ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെ നിന്ന് ഞാൻ കടമെടുത്ത് എല്ലായിടത്തും പറയുന്നുണ്ട്. നമ്മൾ ഇമോഷണലാണോ കൂടുതലോ? നമ്മൾ ഇമോഷണലൊന്നുമല്ല, നമുക്ക് നമ്മുടെ ഡോപ്പമീൻ ഇങ്ങനെ കിട്ടി നമ്മൾ ഇരിക്കുക. നമുക്ക് ഒരു കുരങ്ങൻ വെള്ളത്തിൽ ചാടുമ്പോഴത്തേക്ക് ഒരു സന്തോഷം കിട്ടും, പിന്നെ വേറൊരു വണ്ടി ഇടിക്കുമ്പോൾ വേറൊരു സന്തോഷം, പിന്നെ ഒരാളെ അങ്ങനെ റീൽസും അതുപോലത്തെ മീഡിയ കൾച്ചറും അങ്ങനെയൊക്കെയുള്ള സാധനത്തിൽ വരുന്ന ഒരു ബ്രെയിൻ റോട്ട് അതിനെ മസ്തിഷ്ക മരണം എന്ന് പറയാം. പ്രശാന്തിന്റെ ഇതിനു മുമ്പുള്ള പടങ്ങൾ എടുക്കുകയാണെങ്കിൽ മേജർ മൂവീസ് OTT-ലാണ് വന്നേക്കുന്നത്, സോണി ലൈവിലാണ്. പിന്നെ 4 സംഘം സോണി ലിവിന് വേണ്ടി ചെയ്ത സീരീസാണ്. അപ്പോൾ ഈ പടം ഞാൻ തിയേറ്ററിൽ ഇറക്കണം എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ചെയ്ത്, അതോ ചെയ്തു കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് തിയേറ്ററിലാക്കാന്നാക്കി? അല്ലല്ല, ഇത് ബൈ ഡിസൈൻ തിയേറ്ററാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൈബർ പങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം കോമഡിയൊക്കെയാണ്. ഇപ്പോൾ ഒരു ജോണർ നമ്മൾ മലയാളത്തിലുണ്ട്, ഇത് ലോകത്ത് എല്ലായിടത്തും ഉള്ളതാണ്. മലയാളത്തിലും ഇതിൻ്റെ ടേസ്റ്റുള്ള സിനിമകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ സിനിമകൾ ഇനി പടപടാ ഇതിൻ്റെ ബാക്കിൽ വരത്തുള്ളൂ. അപ്പം അതിനും കൂടെ വേണ്ടി തന്നെയാണ് തിയേറ്ററിൽ ഇറക്കാന്നുള്ള തീരുമാനം. ഏതാ എളുപ്പം, തിയേറ്ററിലേക്ക് പടം ഉണ്ടാക്കുന്നതാണോ OTT-ലേക്ക് പടം ഉണ്ടാക്കുന്നതാണോ? രണ്ടും ഈക്വലി പാട് തന്നെയാണ്. കാരണം OTTs ഹാവ് ക്രിയേറ്റഡ് എ കൾച്ചർ. ആ കൾച്ചറിൻ്റെ അകത്ത് OTT തീരുമാനിക്കും ഏത് സിനിമ എടുക്കണം, ഏത് സിനിമ എടുക്കേണ്ട, ഏത് വർക്കാവും ഏത് വർക്കാവില്ലെന്ന്. തിയേറ്ററും അതേപോലെ തന്നെ ഒരു സാധനമാണ്. സിനിമയുടെ വലിപ്പം തീരുമാനിക്കുന്നത് തിയേറ്റർ ഉടമകളും ഡിസ്ട്രിബ്യൂട്ടറാണ്. പിന്നെ അതുപോലെ തന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഒരു കൾച്ചർ ഭയങ്കരമായിട്ട് നിന്നു പോസ്റ്റ് കോവിഡ്. അത് ഒരു നമ്മുടെ അറ്റൻഷൻ മാറിയതിൻ്റെയും റീൽ കൾച്ചറിൻ്റെയും ഓൾ ടുഗദർ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിൻ്റെയും OTT-യുടെയൊക്കെ കോൺട്രിബ്യൂഷൻ കാരണമാണ്. അപ്പം രണ്ടും പാട് തന്നെയാണ്. കാരണം എനിക്ക് എൻ്റെ ഇൻ മൈ ഹെഡ് പോൾ തോമസ് ആൻഡർസൺ ഇന്നലെ പറഞ്ഞു ഫിലിം സിനിക്സ് ക്യാൻ ഗോ ആൻഡ് ഡൈ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് സിനിമ, മിഡ് സ്ട്രീം സിനിമ, ചെറിയ സിനിമകൾ ഫുള്ളായിട്ട് ഇല്ലാതാവും. സ്പെക്ടക്കിൾസ് മാത്രമേ തിയേറ്ററിൽ വരത്തുള്ളൂ എന്ന് പറയും. ഈവൻ സ്പെക്ടക്കിൾസും ഇപ്പോൾ സീഡ് ഡാൻസ് എന്നൊക്കെ പറയുന്ന AI വന്നപ്പോഴത്തേക്കും പേടിയാണ്, സ്പെക്ടക്കിൾസും വരുമോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ ബേസിക്കലി അങ്ങനെ മാത്രമല്ല. നമ്മൾ ഹോളിവുഡിലേക്ക് സിനിമ എടുത്ത് നോക്കിയാൽ ഇപ്പം അങ്ങനെയാണ്. നമ്മൾക്ക് ചെറിയ ആസ് ഗുഡ് ആസ് ഇറ്റ് ഗെറ്റ്സ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മാറ്റ് ഡേമൻ്റെയൊക്കെ ചെറിയ പടങ്ങളൊക്കെ വരുമായിരുന്നു. അപ്പോൾ അതൊന്നും ഇപ്പം ഇല്ല OTT-ലും ഇല്ല, എവിടെയില്ല. അത് ലൈക്ക് മിഡ് സ്ട്രീം സിനിമാസിനെ ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റുഡിയോസ് എല്ലാം നേരെ ബിഗർ സാധനങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പം 2-3 പേരേ ഉള്ളൂ അങ്ങനെ. നിയോൺ എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട് US-ൽ, A24 ഉണ്ട്. അല്ലാതെ ബാക്കി എല്ലാവരും വലുതിലോട്ടൊക്കെ കയറി ഷിഫ്റ്റ് നടക്കുന്നുണ്ട് അങ്ങനെ. അതെ ലാസ്റ്റ് 3 years ആയിട്ട്. മസ്തിഷ്ക മരണം തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ആദ്യത്തെ തിയേറ്റർ റിലീസ് എന്ന് പറയുമ്പോൾ എക്സൈറ്റ്മെന്റ് ആണല്ലോ, എന്താ അവസ്ഥ മേക്കർ? ഭയങ്കര ആങ്സൈറ്റി ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം ഗുഡ് ഓർ ബാഡ് എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ ഈ ഫിലിം ഒരു എക്സ്പീരിയൻസ് ഫിലിമാണ്. ഇതിനെ ജഡ്ജ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ ഇതിനൊരു 1000 പോരായ്മകളുണ്ട്. പക്ഷേ ഇത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോരായ്മകളൊന്നുമല്ല. ഈ സിനിമ ഭയങ്കര ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്. നമ്മൾ ടെസ്റ്റ് സ്ക്രീനിങ്സിലൊക്കെ ആ യുണീക്ക് എക്സ്പീരിയൻസ് ആൾക്കാർക്ക് കിട്ടുന്നൊക്കെ ഉണ്ട്. അതൊരു ബ്രെയിൻ സ്ട്രീമായിട്ട് തന്നെ പോകുന്നുണ്ട് ഒരു അപ്പം അത് അങ്ങനെ തന്നെ എടുക്കണമെന്നില്ലല്ലോ. എല്ലാവരും സിനിമ ലിറ്ററേറ്റും, എല്ലാവരും സിനിമ കഥ വേണം, സിനിമ മനസ്സിലാക്കാനുള്ള പ്രിവിലേജ് ഒന്നും ഉള്ള ആൾക്കാരൊന്നും എല്ലാവർക്കും അപ്പം അത് ഒരു പേടിയുണ്ട്. ഇതിൻ്റെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ആ ഒരു തുടക്കത്തിലൊരു എൻ്റർടൈൻമെൻറ്റ് അത് ക്രാക്കുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ചിരിച്ചു മറിയും. സൈബർ പങ്ക് എന്ന് പറഞ്ഞാൽ എന്താ?
സൈബർ പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോമാൻസർ എന്ന് പറഞ്ഞൊരു ബുക്ക് ഇടയ്ക്ക് വന്നു. അല്ലെങ്കിൽ ആ ബുക്കിലൊക്കെ പറഞ്ഞേക്കുന്നത് ടെക്നോളജി ഭയങ്കരമായിട്ട് വലുതാവുകയും ജീവിത സാഹചര്യങ്ങൾ മോശമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സൈബർ പങ്ക് സിനിമകളിൽ കാണിക്കുന്നത്. അതിൻ്റെ വിഷ്വലി ഉള്ള സാധനങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നിയോൺ ലൈറ്റിങ്, മഴ, ക്ലൈമറ്റ് ചേഞ്ചസ്, വലിയ വലിയ കോർപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്ന പറക്കുന്ന കാറുകൾ, ഡാർക്ക്നെസ്, പുക, പൊല്യൂഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ വിഷ്വൽ സാധനങ്ങൾ. മറ്റേത് തീമാറ്റിക് മറ്റേതാണ്. അതായത് ടെക്നോളജി ഭയങ്കര ഹൈ ആയിട്ടിരിക്കും, ഇത് ആയിട്ടിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ അപ്പം നമ്മൾ ആ സൈബർ പങ്ക് ഇതൊരു ഈ 70s early 70s വന്നേക്കുന്നത്. നമ്മൾ ആക്ച്വലി സൈബർ പങ്ക് സ്പേസിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ടെക്നോളജി എല്ലാം ഭയങ്കര ഹൈ ആണ്, പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യം മോശമായി തുടങ്ങിയിട്ടില്ല. നമ്മുടെ മോശമാണ്. നമ്മൾ പ്രിവിലേജ് ഉള്ളതുകൊണ്ട് അറിയുന്നില്ല, പക്ഷേ സത്യത്തിൽ പറഞ്ഞാൽ ഭയങ്കര മോശം ജീവിത സാഹചര്യങ്ങളാണ്. കാരണം കേരളത്തിൽ മലേറിയ ഉണ്ട് ഇപ്പം. മലേറിയ അല്ലല്ലോ, അതിൻ്റെ പേര് കോളറ. ലൈക്ക് കോളറയൊക്കെ ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു തേർഡ് വേൾഡ് സംഭവം പോലത്തെ അത്രയൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ നമ്മുടെ കണക്ടിവിറ്റി എന്നാൽ ഭയങ്കര ഹൈ ആണ്. എന്താണ് ഗവൺമെൻറ് തന്നെ ഇൻ്റർനെറ്റ് ഫ്രീ ആയിട്ട് വരുന്നു എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഒരു സൈഡിൽ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കും, കണക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കും, അമേരിക്കയിലുള്ള ഫ്രണ്ട് വരെ നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റേ സൈഡിൽ നമ്മുടെ ക്ലൈമറ്റ് മോശമാവുന്നു, മെൻ്റൽ ഹെൽത്ത് മോശമാവുന്നു, ഓൾ ടുഗദർ സിസ്റ്റത്തിൽ കറപ്ഷൻ മോശമാവുന്നു. അപ്പം നമ്മൾ അതേപോലത്തെ ഒരു പീരീഡിൽ തന്നെയാണ് സൈബർ പങ്ക് പീരീഡിലേക്ക് നമ്മൾ കയറി നമ്മൾ അത്. പക്ഷേ നമുക്ക് അത് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർക്ക് 80s ജീവിച്ചിരുന്ന് പ്രോപ്പറായിട്ട് ഈ മെറ്റീരിയൽ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കയറിയെന്ന് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. നമുക്ക് നമ്മൾ ഈ 80s പടം പിന്നെയല്ലേ കണ്ടത്. അപ്പം അങ്ങനത്തെ ഒരു സാധനമാണ് ഈ സൈബർ പങ്ക് എന്ന് പറയുന്നത്. പക്ഷേ സൈബർ പങ്കിൻ്റെ അത് ഞാനൊരു കോമഡിയാണ് ചെയ്യാൻ നോക്കുന്നത്, ഹ്യൂമറാണ്. അപ്പോൾ അതിൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ താമസിക്കുന്ന ഒരു ഗതികെട്ടവൻ്റെ കഥയാണ് പറയുന്നത്. അവനും ജഗദീഷ് ചേട്ടനാണോ ആ ഗതികെട്ട പുള്ളി? അല്ല, നിരഞ്ജ് മണിയമ്പിള്ള രാജുവാണ് ഇതിൻ്റെ അകത്ത് നായകൻ. അപ്പോൾ ഒരു നായകൻ്റെ ജേർണിയാണ് ബേസിക്കായിട്ട്. ആ നായകന് അയാളുടെ മകളെ നഷ്ടപ്പെടുകയും ആ നഷ്ടപ്പെട്ട മകളുടെ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടി പുള്ളിക്കാരൻ ഒരു VR ഗെയിമിൽ കയറി കഴിഞ്ഞിട്ടുണ്ടാവുന്ന സംഭവങ്ങളാണ് ഈ സിനിമ കംപ്ലീറ്റ്ലി. ഇത് സൈമൺസ് മെമ്മറി എന്ന് പറയുന്ന പുള്ളിയുടെ മെമ്മറിയാണോ? അത് സൈമൺ എന്ന് പറയുന്ന ഒരാളുടെ മെമ്മറിയൊക്കെയാണ്. അപ്പം ആരാണ് സൈമൺ, എന്താണ് ആ മെമ്മറി? അത് ഫ്രാങ്ക് ബൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താ? അപ്പോൾ അത് രജിഷ കാരണമാണ് ഫ്രാങ്കൻ ബൈറ്റ് എന്ന് പറഞ്ഞ പേര് വന്നത്. ഫ്രാങ്കൻ ബൈറ്റിംഗ്. അപ്പം ഞാനാണെങ്കിൽ ആദ്യം ഇതിന് മസ്തിഷ്കം പറഞ്ഞ സൈമൺസ് മെമ്മറി എന്ന് പറഞ്ഞപ്പോൾ രജിഷൻ്റെ അടുത്ത് പറഞ്ഞു, കൃഷാന്തിൻ്റെ എല്ലാത്തിലും എന്തെങ്കിലും ആർബിറ്റ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് ആൻ ആംഫിബിയൻ ഹണ്ട്, ദ ക്രോണിക്കിൾസ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കടിച്ചപ്പെടുത്തുണ്ട്, ഇതിലൊന്നും ഇല്ലല്ലോ കൃഷാന്ത്, എന്നതിന് കുറേ ഇത് ചെയ്തു. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഒരു പുസ്തകം വായിക്കായിരുന്നു. ആ പുസ്തകത്തിൻ്റെ അകത്ത് ഫ്രാങ്കൻ ബൈറ്റ് എന്ന് പറഞ്ഞ വാക്കുണ്ട്. അതായത് നമ്മൾ ഓഡിയോ പല സ്ഥലത്തും കട്ട് ചെയ്തിട്ട് അതിനെ ചേർത്ത് വയ്ക്കുമ്പോഴത്തേക്കും ഓഡിയോയിൽ നിന്ന് പുതിയ മീനിങ് ഉണ്ടാവും. ഇപ്പം ഞാൻ ഒരാളെക്കുറിച്ച് നല്ലത് പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ വേറെ ആരെങ്കിലും കുറിച്ച് പറഞ്ഞ ചീത്ത എടുത്ത് കട്ട് ചെയ്ത് വെക്കുമ്പം ഞാൻ അയാളെക്കുറിച്ച് ചീത്ത പറഞ്ഞതായിട്ടൊക്കെ വരും. ഇത് റിയാലിറ്റി TV-യിലൊക്കെ ചെയ്യുന്ന വഴക്കുണ്ടാവുന്നതായിട്ട് കാണിക്കുന്നതൊക്കെയാണ് ഈ ഫ്രാങ്കൻ ബൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരാൾ ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മെമ്മറിയുടെ എഡിറ്റും അങ്ങനത്തെ ഒരു എഡിറ്റ് സ്ട്രക്ചറും ഒക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഭയങ്കരമായിട്ട് വായിക്കുക. അപ്പോൾ എന്താ വായിക്കുക? ഞാൻ ഇപ്പം ഭയങ്കര വായന കുറഞ്ഞ് അറ്റൻഷൻ കിട്ടണില്ല എനിക്ക്. പക്ഷേ ഞാൻ ഇപ്പം നോൺ ഫിക്ഷൻ ഒരുപാട് വായിക്കും, ഫിക്ഷനും വായിക്കും. ഓക്കെ. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി വായിക്കാന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ പടം കഴിഞ്ഞിട്ടാണോ? അല്ലല്ല, സിനിമയ്ക്ക് വേണ്ടി പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ടോപ്പിക്കുകൾ വരുമ്പോഴത്തേക്കും ആ ടോപ്പിക്കിലുള്ള ബുക്സുകൾ കണ്ടുപിടിച്ച് അത് വായിക്കും. അപ്പോൾ ആവാസയുദ്ധനൊക്കെ ആണെങ്കിൽ ഒരുപാട് വായിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അന്ന് ChatGPT-യും ഗ്രോക്കും ഒന്നും ഇല്ല. അല്ലെങ്കിൽ അപ്പം നമുക്ക് എല്ലാ പുസ്തകവും വായിച്ചേ പറ്റൂ. ഇപ്പം ഇതിനാണെങ്കിൽ ഇതാണ് എൻ്റെ ടോപ്പിക്, ഇതാണ് എൻ്റെ തോട്ട്, ഇതിൻ്റെ ബെസ്റ്റ് ബുക്സുകൾ ഏതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അത് ലിസ്റ്റ് തരും. അതിൻ്റെ അകത്തൊരു 25 എണ്ണമൊക്കെ കാണും. അതിൽ നിന്നൊരു 10-15 എണ്ണം സമറൈസ് ചെയ്തിട്ട് നമ്മുടെ ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കോട്ടൊക്കെ എടുത്ത് വായിക്കും. പിന്നെ ഒരു 3-4 ബുക്സ് അതിൻ്റെ അകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാണും, അത് വായിക്കും. ഇനി നമ്മൾ കമൻറ്റ് ഓൺ ദിസ് കമൻറ്റ് എന്നാണ് ഈ റൗണ്ടിൻ്റെ പേര്. ട്രെയിലറിൻ്റെ താഴെ വന്നേക്കുന്ന ചില കമൻറ്റ്സ് ഞാൻ വായിക്കും. അപ്പോൾ ആസ് എ ഫിൽം മേക്കർ, ഡയറക്ടർ എന്താ പറയാനുള്ളതെന്ന് പറയണം. ചെറിയൊന്നുമില്ല, ഞാൻ നല്ല കമൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നും മനസ്സിലായില്ല എങ്കിലും സാധനം കൊള്ളാം. എന്താ പറയാനുള്ളത്? അത് ആദ്യത്തെ ടീസറുകൾ രണ്ടും ട്രീറ്റ്മെന്റ് ആണ് കാണിക്കുന്നത്. അപ്പം ഇത് ഒരു ട്രീറ്റ്മെന്റ് രീതിയിലാണ്. അപ്പോൾ അത് മനസ്സിലാവാനുള്ള ഒരു ഇൻഫർമേഷനും കൊടുത്തിട്ടില്ല. പക്ഷേ ഓവറോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫീലും മ്യൂസിക്കിന്റെ ഫീലും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ കിടലം ബ്രോ,
ആ കമന്റ് അല്ലേ? ഓക്കെ. പ്രശാന്ത് ആ പേര് കേട്ടാൽ മതി എന്നൊരാൾ ഇട്ടിട്ടുണ്ട്. അത് പ്രശാന്ത് എന്ന് കേട്ടാ തിയേറ്ററിൽ പോകുന്നു അല്ലെ പടം കാണുന്നു. ഐ ലവ് സച്ച് പീപ്പിൾ ഹു വാച്ച് മൈ ഫിലിംസ് എന്ന്. കാരണം അത് ഞാൻ ഒരിക്കലും ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് നടക്കാത്തൊരു പരിപാടിയല്ലേ. ഇപ്പോൾ LJP എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൽ ആരഭിനയിച്ചാലും എന്തഭിനയിച്ചാലും നമ്മൾ പോയി കാണുമല്ലേ. അപ്പോൾ അത് ദാറ്റ്സ് സോ ഗുഡ്. എന്ന് വെച്ചാൽ അതിൽ വി ഡോണ്ട് ആക്ച്വലി നീഡ് എ സ്റ്റാർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഇയാൾ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. സെയിം വിത്ത് അനുരാഗ് കശ്യപ്, സെയിം വിത്ത് ദിലീഷ് പോത്തൻ. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ അതല്ല. ആൻഡ് ഇത് പക്ഷേ ഐ ഫൈൻഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ ലൈക്ക് ദാറ്റ്. അപ്പോൾ എവിടെയോ കൊള്ളാം. ഓക്കെ. നെക്സ്റ്റ് കമന്റ് നിയോ നോയർ. നുവാർ എന്ന് പറയുന്നത് മറ്റേ ഇടയ്ക്ക് വന്നൊരു ജോണറാണ്. സ്മോൾ സ്റ്റുഡിയോസിന് ലൈറ്റിൻ്റെ ബഡ്ജറ്റ് ഇല്ലാത്തത് കാരണം സിംഗിൾ ലൈറ്റ് സോഴ്സ് വെച്ചിട്ട് കഥ പറയാൻ തുടങ്ങി. അപ്പോൾ സിംഗിൾ ലൈറ്റ് സോഴ്സ് ആകുമ്പോൾ ഷാർപ്പ് ഷാഡോസ് ഒക്കെ വരും. അപ്പം ക്രൈംസ് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു കൊടും ക്രൂര കൃത്യങ്ങൾ കറുത്ത രാത്രികളിൽ നടക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് നുവാർ എന്ന് വന്നേക്കുന്നത്. പക്ഷേ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഴിഞ്ഞ് കളറിലോട്ട് ആയപ്പോഴത്തേക്കും ഇതിനെ നിയോ നുവാർ എന്ന് പറയുന്നൊരു പേര് വിളിച്ചു. ഇതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. നിയോ നുവാർ ആണോ? നിയോ നുവാർ അല്ല. കാരണം ട്രഡീഷണൽ ഡെഫിനേഷനിൽ നിയോ നുവാർ അല്ല. പക്ഷേ ക്രൈം നടക്കുന്ന എല്ലാ പുതിയ മെറ്റീരിയലിനെ ഇപ്പം നിയോ നുവാർ എന്ന് ക്ലാസിഫൈ ചെയ്യണോണ്ട് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം. ഓക്കെ. അടുത്ത കമന്റ് രജിഷ. വാവ്. രജിഷ വാവ് ആണ്. രജിഷ ഈസ് സച്ച് എ ടാലന്റഡ് ആക്ട്രസ് ആൻഡ് ഭയങ്കര. അപ്പോൾ ഇതിൽ ഇച്ചിരി ഒരു രജിഷ കുറച്ചൊരു ക്രേസി ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അതിൻ്റെ സംഭവങ്ങളൊക്കെ അതിന് ഇപ്പോൾ ഡാൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഐറ്റം ഡാൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അങ്ങനെ കുറച്ചുകൂടെ സ്കിംപി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ വെയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ ക്യാരക്ടറിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് അത് വാവാണ്. രജിഷനെ അപ്പം എങ്ങനെ കൺവിൻസ് ചെയ്യേണ്ടി വന്നു? രജിഷ ഐറ്റം നമ്പർ ചെയ്യൂല, അങ്ങനെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഐറ്റം നമ്പർ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഐറ്റം നമ്പർ ഉണ്ടോ? ഒരു ഐറ്റം സോങ് പോലത്തെ ഒരു സോങ് ഉണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി രജിഷയുടെ അടുത്ത് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു. ഇതിലിങ്ങനെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. കൺവിൻസ് ചെയ്യേണ്ടി ഏറ്റൊന്നും വന്നില്ല. നമ്മൾ ആ സ്ക്രിപ്റ്റിൻ്റെ വേണ്ട സാധനങ്ങൾ എഗ്രി ചെയ്ത് അങ്ങ് പോയി. ഓൾസോ രജിഷ പറഞ്ഞു എൻ്റെ അടുത്ത് ദാറ്റ് ഷി ഹാഡ് മെയ്ഡ് സച്ച് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ നമ്മൾ പലതും സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറയും. കുറച്ചുകൂടെ നമ്മുടെ ബ്രെയിനൊക്കെ ഡെവലപ്പ് ആകുമ്പോഴത്തേക്കും നമ്മൾ അതിൽ നിന്നൊക്കെ മാറും. അത് നാച്ചുറലല്ലേ. അപ്പോൾ ഞാൻ അതിൽ ബോധറൊന്നും ചെയ്യാൻ പോയില്ല. ആകെ രേഷയുടെ കൺസേൺ എന്ന് വെച്ചാൽ രേഷ ഡാൻസ് ചെയ്യാൻ ഇച്ചിരി വീക്കാണെന്ന് രേഷ പറഞ്ഞു. അപ്പം രേഷയ്ക്ക് ഡാൻസ് ബാഡ് ആവും എന്നുള്ളതും കുറച്ച് അറിയായിരുന്നു. അപ്പോൾ അതിന് ഉള്ള സാധനങ്ങളാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ രേഷ വാവുകയാണ്. അത് ഐറ്റം സോങ് എന്ന് വിളിക്കാൻ പറ്റുമോ? എനിക്ക് അറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വലിയൊരു ക്യാപിറ്റലിസത്തിൽ സ്ത്രീ ശരീരം എന്ന് പറയുന്നത് ഒരു വിൽപ്പന മുതലായിട്ടാണ് കച്ചവടക്കാരെല്ലാം ഉപയോഗിക്കുന്നത്. കാറ് വിൽക്കാനും മെഷീൻ വിൽക്കാനും. അപ്പോൾ അതുപോലെ തന്നെ സിനിമകളിൽ ഇടയ്ക്ക് ഒരു ട്രെൻഡ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് ഇത് പണ്ടേ വന്നിട്ടുണ്ട് കേട്ടോ, ഇത് നമ്മുടെ ഷോലയിലൊക്കെ ഉണ്ട്, ആൻഡ് അതിന് മുമ്പും ഉണ്ട്. അപ്പം അങ്ങനെ വന്നിട്ട് ഇവർ ഡാൻസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു മ്യൂസിക്കായിട്ട് പോകും. ആ മ്യൂസിക്കിനൊരു സ്വഭാവമായിട്ട് വരും. അപ്പോൾ അത് ഇന്ത്യൻ സിനിമ കൾച്ചറിൽ തന്നെ ഈ ഒരു സാധനം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിയാണോ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഇങ്ങനെ ഒരു കമ്മോഡിഫിക്കേഷൻ ഓഫ് ഫീമെയിൽ ബോഡി എന്ന് പറയുന്ന സാധനം ഉണ്ട്. അപ്പോൾ ഈ സിനിമ അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനത്തിനെ കുറിച്ച് പറയുന്ന സിനിമയിൽ അത് വരട്ടെ എന്ന് തന്നെയാണ്. പിന്നെ എനിക്ക് ഐറ്റം സോങ് ഒക്കെ ഇഷ്ടമൊക്കെയാണ്. ഞാൻ അതിൽ നിന്നും മാറിയൊന്നും നിൽക്കുന്നില്ല. എനിക്ക് ഐറ്റം സോങ് ഇഷ്ടമാണ്. എനിക്ക് ഒക്കെ അതിന് സോ ഗുഡാണ് അതൊക്കെ. പക്ഷെ അതിന് ഐറ്റം എന്ന് വിളിക്കണോ എന്നുള്ളതാണ് ചോദ്യം. അത് പക്ഷെ നമ്മൾ എല്ലാത്തിനും നമ്മൾ സ്ത്രീകളെ ചരക്കെന്നൊക്കെ വിളിക്കുന്നൊരു സമൂഹമല്ലേ. ബെറ്റർ നെയിം ഉണ്ടോ? ഇറ്റ്സ് എ ഡാൻസ് സോങ്, അത്രേ ഉള്ളൂ. അപ്പോൾ അത് പക്ഷെ അത് നമ്മൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്, നമ്മളൊരു ഹോണി മെന്നിൻ്റെ ഒരു കളക്റ്റീവാണ് നമ്മളെല്ലാവരും. അപ്പം നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഭയങ്കര വിദ്യാഭ്യാസവും ഇതുമൊക്കെ വന്ന് നമ്മുടെ സ്കൂളിങ്ങിലൊക്കെ ഇത് മാറുമ്പോഴത്തേക്കും നമുക്ക് അവരെയും ഹ്യൂമൻസായിട്ടൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്യാപിറ്റലിസമാണ് ഇത് വിപ്പിക്കുന്നത്, ഇങ്ങനത്തെ സാധനം ചെയ്യുന്നത്. അപ്പം ഇതില്ലാതെയും വിറ്റ് പോകുന്നൊരു സംഭവമൊക്കെ വരുമെന്നൊക്കെ എനിക്കറിയത്തില്ല. പ്രശാന്തിന്റെ പടത്തിൽ ഈ സോങ്ങിനെ പ്രശാന്ത് എന്താ വിളിക്കുന്നത്? ഞാൻ ഐറ്റം സോങ് തന്നെ. അത് സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ട്. സ്ക്രിപ്റ്റിൽ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒബ്ജക്റ്റിഫൈ ദിസ്, ക്ലോസ് ഷോട്ട്,
ഒബ്ജക്റ്റിഫൈ എന്നൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. ഒബ്ജക്റ്റിഫിക്കേഷൻ ഷോട്ടുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ വി ആർ ടോക്കിംഗ് അബൌട്ട് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ. അപ്പോൾ അതിനകത്ത് അത് പറയണം. അപ്പോൾ അത് സ്ക്രിപ്റ്റ് അദ്ദേഹം വായിച്ചിട്ടുണ്ട്, രജിഷൻ വായിച്ചിട്ടുണ്ട്, എല്ലാവരും വായിച്ചിട്ടുണ്ട്. സ്ത്രീകളൊക്കെ നമ്മുടെ ടീമിലൊക്കെ ഉണ്ട്. 2046 പടം നടക്കുന്നത്. അത് 2046 കഥയാണ്. 2046 കേരളം എങ്ങനെയായിരിക്കും? അത് സിനിമയുടെ തുടക്കത്തിൽ പറയുന്നുണ്ടെങ്കിലും കേരളത്തിൽ കുറച്ചുകൂടെ വെള്ളം കയറും, കൊച്ചിയൊക്കെ തിങ്ങി നിറയും, മുല്ലപ്പെരിയാർ പൊട്ടാതിരിക്കട്ടെ. നമുക്കറിഞ്ഞൂടാ, അത് ഗവൺമെൻറ് സെയിങ് ദറ്റ്. അത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ കുറച്ചുകൂടെ വേഴ്സാവും എന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ ബെറ്റർ ആവും അസുഖങ്ങൾ മാറാൻ വേണ്ടി, പക്ഷേ അഫോർഡബിലിറ്റി കുറച്ചുകൂടെ പ്രശ്നമായി തന്നെ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഇപ്പോൾ ഭയങ്കര ക്രേസി ഗുഡ് ആക്കുന്നുണ്ട് നമ്മുടെ ഗവൺമെൻറ്. അത് കാരണം പക്ഷേ എനിക്ക് എന്തോ ഒരു ഫിയർ ഉണ്ട് ദറ്റ് ഹെൽത്ത് കെയർ, കാരണം അതൊരു എക്സ്പെൻസീവ് ആവും എന്നുള്ളൊരു ഫിയർ ഉണ്ട്. 2046 എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്? അപ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് സ്പേസിലാണോ കൂടുതലും പടം നടക്കുന്നത്? ഷൂട്ടിംഗ് എങ്ങനെയായിരുന്നു? നമ്മുടെ കുറേയൊക്കെ ഇന്റീരിയർ സ്റ്റുഡിയോസ് ആണ്. എക്സ്റ്റീരിയർ കാണിച്ചേക്കുന്നത് നമ്മൾ കൊച്ചിയിൽ തന്നെ ഇപ്പം ബ്രോഡ്വേ പോലത്തെ സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ക്ലോസ്ട്രോഫോബിക് ആയിട്ട് നമ്മൾ ഹോങ്കോങ്ങിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോങ്കോങ്ങിൽ ഈ സൈബർ പങ്ക് സിനിമകളിലൊക്കെ ഒരു മോൺസ്റ്റർ ബിൽഡിംഗ് എന്ന് പറയുന്ന ബിൽഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫോമേഴ്സിലുണ്ട്, ഗോസ്റ്റ് ഇൻ ദ ഷെല്ലിലുണ്ട്, ദ വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ, ലവ് ഡെത്ത് ആൻഡ് റോബോട്ട്സിൽ അതിലൊക്കെ ഉണ്ട്. അപ്പം അത് നല്ല രസമാണ്. ഈ ബിൽഡിംഗ് ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കും. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം കൊണ്ട് കാണിക്കുന്നതാണ്. അതുപോലത്തെ എന്ന് വെച്ചാൽ അത് ആയിരുന്നു പണ്ട്, പക്ഷേ ഇപ്പം അത് അങ്ങനെയല്ല. ഒരു അർബൻ ഹൗസിങ്ങിൻ്റെ അർബൻ ഹെൽ എന്നൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ വരെ, അല്ലെങ്കിൽ അർബൻ സ്ലം എന്ന് വരും. പക്ഷേ നമ്മളവിടെ പോയി കണ്ടപ്പോഴത്തേക്കും ദേ വെരി ഹാപ്പി ആൻഡ് കംഫർട്ടബിൾ കേട്ടോ. അപ്പോൾ അത് അങ്ങനത്തെ അത് ഹോങ്കോങ്ങിൽ ഷൂട്ട് ചെയ്ത്, പിന്നെ കുറേ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്നതും അതെല്ലാം നമ്മൾ തായ്ലാൻഡിൽ ഷൂട്ട് ചെയ്ത്. കേരളമായിട്ടാണ് കാണിക്കുന്നത്. ഹോങ്കോങ്ങിൽ ആ ബിൽഡിംഗ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മറ്റേ സംസ്ഥാന സമ്മേളനമൊക്കെ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹോങ്കോങ്ങിലെ ബിൽഡിങ്ങിൽ ബാർബർ ഷോപ്പ് എന്നൊക്കെ എഴുതി വെച്ച്. ഞാനീ പറയാൻ പോകുന്ന പ്രശാന്തിന്റെ പടങ്ങൾ, അതിനുള്ള ഇൻസ്പിറേഷൻ എന്താന്ന് ബ്രീഫായിട്ട് പറയാം. ആവാസവ്യൂഹത്തിൽ തുടങ്ങാം നമുക്ക്. ആവാസവ്യൂഹം സൂപ്പർ ഹീറോ സിനിമയായിട്ടാണ്. അത് റാൻറ്റ് എന്ന് പറയുന്നൊരു ബുക്കിൽ നിന്നാണ്. പിന്നെ അതുപോലെ തന്നെ ക്രോണിക്കിൾ എന്ന് പറയുന്നൊരു സിനിമ, അതുപോലെ നൈറ്റ് ശ്യാമളൻ്റെ ഒരു ഫിലിം, ഇത് മൂന്നുമാണ് അതിൻ്റെ ഇൻസ്പിറേഷൻ. പിന്നെ ഇതൊന്നും അല്ല. ഓൾസോ ദർ ഇസ് എ മൂവി കോൾഡ് ക്രീച്ചർ ഫ്രം ദ ബ്ലാക്ക് ലഗൂൺ എന്ന് പറയും, ബ്ലൂ ലഗൂൺ, ആ സിനിമ. ഇതൊക്കെയാണ് അതിൻ്റെ സിനിമാറ്റിക് ഇൻസ്പിറേഷൻസ്. ബുക്കിലുള്ള ഇൻസ്പിറേഷൻസ് മറ്റേ ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സും 100 years ഓഫ് സോളിറ്റ്യൂഡും. ഇങ്ങനെ ഒരു പടം ആണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് അങ്ങനെ തോന്നാൻ? അത് ഫസ്റ്റ് സിനിമ ചെയ്തപ്പോൾ അത് ആൾക്കാർ കാണൂലെന്ന് വിചാരിച്ച് വൃത്താകൃതിയുള്ള സാധനം. പക്ഷെ അത് IFFK കോമ്പറ്റീഷനിൽ TV ചന്ദ്രൻ സാർ എടുത്തു. അപ്പോൾ ഇത്ര ആൾക്കാർ കണ്ടു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, പക്ഷേ കണ്ടു. സോ വി ആർ എൻ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ. ആൻഡ് നമ്മൾ ആ സിനിമ ചെയ്തപ്പോൾ നമ്മളെല്ലാം കൂടെ എടുത്ത് വെച്ചാൽ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. സിനിമ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അടുത്ത സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ തന്നെ ചലഞ്ച് ചെയ്യുന്ന സിനിമ ചെയ്തില്ലെങ്കിൽ അതിന് ഫണ്ടിങ് ഒക്കെ കുറവാണ്, അല്ലെങ്കിൽ ഫണ്ടിങ് ഒന്നും കിട്ടില്ല. അപ്പോൾ പാതി വെച്ച് നമ്മൾ നിന്ന് പോകും. എന്നുവെച്ചാൽ ഒരു ഈസി സ്റ്റോറി, അങ്ങ് ഒരു റൂമിൻ്റെ അകത്ത് നടക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് തീരും. പക്ഷേ അങ്ങനെ ഒരു ഇമ്പോസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സാധനം നോക്കിയതാണ്. അങ്ങനെ തന്നെ ആലോചിച്ച് അതാണ് ഈ കഥയ്ക്ക് കാരണമായത്. അതെ അതെ. ഓക്കെ, അടുത്ത മൂവി പുരുഷപ്രേതം. അജിത്ത് എന്ന് പറയുന്ന ഒരു റൈറ്റർ എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം മനു എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ പറഞ്ഞൊരു കഥ ഇയാൾ സ്ക്രീൻ പ്ലേ ആക്കിയിട്ട് അജിത്ത് തന്നെ ചെയ്യായിരുന്നതാണ്. അപ്പോൾ എനിക്ക് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തൊരു ക്രൈം നുവാറിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ട്. അതായത് ചുമന്ന ലിപ്സ്റ്റിക് ഇട്ട സ്ത്രീ ഒരു ഡിറ്റക്റ്റീവിൻ്റെ അടുത്ത് വരുന്നു. ഈ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ പാഴായിരിക്കും, പക്ഷേ ഈ സ്ത്രീ കാണുമ്പോഴത്തേക്ക് ഇയാൾക്ക് എന്തോ അറിയാം. അങ്ങനെ ഇയാൾ കേസ് അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ഒരു കോർപ്പറേഷൻ ഇയാളുടെ എതിരായിരിക്കും എന്ന് പറയുന്നൊരു ടെംപ്ലേറ്റ് ഉണ്ട്. ഹാർഡ് ബോയിൽഡും അല്ലെങ്കിൽ പനോരമ 6 feet under which is adapted from ഇത്, അങ്ങനെയുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ആ ടെംപ്ലേറ്റിൽ ഫിറ്റ് ആവുന്ന സാധനമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കത് ഹ്യൂമറിൽ ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അതിലേക്ക് അറിയണത്. ഓക്കെ, ഗഗനചാരി ആസ് എ കോ പ്രൊഡ്യൂസർ വരാമെന്ന്. ഗഗൻചാരി എനിക്ക് ചന്തു കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആ സിനിമ കണക്റ്റ് ആയി. പക്ഷേ അത് കുറച്ചുകൂടെ അത് തിയേറ്ററിലൊക്കെ ഷാർപ്പായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കുറേ സിനിമകൾക്ക് അതിനെ പിന്തുടർന്ന് വരാൻ പറ്റുമെന്ന് തോന്നി. അപ്പോൾ ഗഗൻചാരി ഈസ് വൺ ഓഫ് ദ റീസൺസ് വൈ ഐ ഹാഡ് കോൺഫിഡൻസ് ടു മേക്ക് മസ്തിഷ്കം എണ്ണം. അതുപോലെ തന്നെ അജിത് വിനായക ഫിലിംസും ഇൻവോൾവ് ആയി. അപ്പം എന്തുകൊണ്ടോ എനിക്ക് ഗഗൻചാരി ഒരു ക്രേസി അറ്റംപ്റ്റ് അരുൺ ചന്തു ചെയ്തായിട്ട് തോന്നി. അപ്പോൾ അതിൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ആ ജോൺറയ്ക്ക് വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട്. അതെ 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 അതെ. നേരത്തെ അറിയായിരുന്നു ചന്തുവിനെ? ഇല്ല, ഹീ റീച്ച്ഡ് ഔട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ അദ്ദേഹം റീച്ച് ഔട്ട് ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്നിരുന്ന അദ്ദേഹത്തിൻ്റെ വേറെ സിനിമകളൊക്കെ കണ്ടു.
അപ്പോൾ എന്നിട്ട് പിന്നെ മീറ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു ഒരു സോർട്ടഡ് ഔട്ട് ബ്രെയിനുള്ള ഒരു മനുഷ്യൻ. അപ്പം പ്രശാന്തിനെ റീച്ച് ഔട്ട് ചെയ്യാൻ കാരണം എന്തായിരിക്കും? ആവാസവ്യൂഹം മോക്യുമെൻ്ററിയാണ്, അതും മോക്യുമെൻ്ററിയാണ്. അപ്പോൾ ഈ അറ്റംപ്റ്റുകളുടെ ജോണർ സെയിം ആകുമ്പോഴത്തേക്കും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫിലിം മേക്കേഴ്സിനും എവിടേക്കോ ഞാൻ എന്തോ ഒരു ചെയ്യുന്ന സാധനങ്ങൾ ലാൻഡ് ആവുന്നുണ്ടെന്നൊരു, അപ്പോൾ അവർക്ക് അവരുടെ ഈ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു കംബ്രാഡറി വരുമ്പോഴത്തേക്കും വി ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ഈച്ച് അതർ എന്ന് പറയുന്നൊരു സ്ഥാനം വരും. അപ്പോൾ അത് ഞാനും അങ്ങനെ റീച്ച് ഔട്ട് ചെയ്ത ഫിലിം മേക്കേഴ്സൊക്കെ ഉണ്ട്. ഗഗനചാരി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. അതെ, ബ്രീഫായിട്ട് പറഞ്ഞത് എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്തതെന്ന്? അല്ല, ഗഗൻചാരിയിൽ നമ്മൾ എഡിറ്റിൻ്റെ ഫീഡ്ബാക്ക് അവിടെ ഇവിടെ കൊടുത്തു, മ്യൂസിക്കിൻ്റെ ഫീഡ്ബാക്ക് കൊടുത്തു, പിന്നെ ചന്തു ആണെങ്കിൽ അതിൻ്റെ VFX റീവർക്ക് ചെയ്തു. അപ്പം അരുൺ ചന്തുവിൻ്റെ വിഷൻ അതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. അതിനെ നമ്മൾ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടോ എന്നുള്ള ചെക്ക് ലിസ്റ്റ് ചെയ്തു. അപ്പോൾ അയാളുടെ വിഷൻ വെച്ച് അയാൾ ഷൂട്ടും ചെയ്ത് എല്ലാം വെച്ചേക്കുന്നതാണ്. പക്ഷേ അത് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ആകുമ്പോൾ ആൾക്കാർക്ക് ഇച്ചിരി സമയം എടുക്കാതെ തന്നെ പടപടപടാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പുള്ളിയുടെ കൂടെ നിന്നു എന്നുള്ളതാണ് ഞാൻ ചെയ്തേക്കുന്നത്. നാലര സംഘം. അതെ, നാലര സംഘം ഇൻസ്പയർഡ് ഫ്രം റിയൽ സ്റ്റോറീസ് ആണ്. ഞാൻ അങ്ങനത്തെ ഒരു സ്പേസിലൊക്കെ താമസിച്ചിട്ടുണ്ട്. കുറേ എൻ്റെ കൂട്ടുകാരുടെ കഥയാണ്. ഓൾസോ നാലര സംഘം ലാഹെയിൻ എന്ന് പറയുന്നൊരു സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നാലര സംഘം പോലത്തെ ഒരു സാധനം ചെയ്യണമെന്ന് തോന്നി. ഗാങ്സ് ഓഫ് വസൈപൂർ കണ്ടപ്പോൾ ഇത് നാലര സംഘത്തിൽ മ്യൂസിക് പൊളിയാക്കണം എന്ന് തോന്നി. എൻ്റെ മ്യൂസിക്കാണ് നാലര സംഘത്തിൻ്റെ ഒരു ടോപ്പ് സാധനം. പിന്നെ ഇത് രണ്ടുമാണ് നാലര സംഘത്തിൻ്റെ മെയിൻ ഐഡിയ. പഴയ ചെറുപ്പകാലത്തിലെ കഥ ഓർത്തെടുത്ത് എഴുതിയതാണോ? ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരും ചെറുപ്പകാലത്തിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ള പല പരിപാടികളൊക്കെ അതിനൊക്കെയുള്ള ചേട്ടന്മാരെയൊക്കെ സാധനങ്ങളാണ് മിക്കവാറും എഴുതിയേക്കുന്നത് നാലര സംഘത്തിൽ. നാലര സംഘത്തിന് പാർട്ട് 2 ഉണ്ടോ? സോണി ലിവ് തംസപ്പ് തരുവാണെങ്കിൽ പാർട്ട് 2 ഉണ്ട്. പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആയിട്ടാണ് അപ്രൂവ് ചെയ്തേക്കുന്നത്. പാർട്ട് 2ൻ്റെ സ്ക്രീൻ പ്ലേ ഉണ്ട്, സമ്മറി ഉണ്ട്, ബീറ്റ് ഷീറ്റുകളും എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് സോണി ലിവിന് ഇനി കുറേ സീരീസുകൾ വരാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവർ രണ്ടാമത്തെ സീസൺ തംസപ്പ് തരുകയാണെങ്കിൽ എനിക്ക് ചെയ്യണമെന്നുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ എപ്പിസോഡ് 6 തീർത്തിട്ടില്ലല്ലോ. അതിൻ്റെ അകത്ത് എന്തിനാണ് S.A. സുരേഷിനെ കൊന്നത്, അല്ലെങ്കിൽ ജയിലിൽ പോയിട്ട് എന്താ, കുറേ സാധനങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഷുഡ് ബി കംപ്ലീറ്റഡ് ഇൻ ദ ഫസ്റ്റ് 3 എപ്പിസോഡ്സ് ഓഫ് ദ നെക്സ്റ്റ് സീസണാണ്. എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതി വെച്ചിട്ടുണ്ട്. അതെ. അല്ല, ഇത് എഴുതുമ്പോൾ ഇത് അങ്ങനത്തെ സ്റ്റോറീസ് ആയതുകൊണ്ട് എഴുതുമ്പോഴത്തേക്കും ഇതിൻ്റെ കണക്ഷൻ വെച്ചിട്ടേ എഴുതാൻ പറ്റത്തുള്ളൂ സീസൺ 2. അതുപോലെ തന്നെ 2012 വരെയുള്ള കഥകളല്ലേ, 2008 വരെയുള്ള കഥകളെ പറയുന്നുള്ളൂ. പിന്നെ മൈത്രേനെ കാണുന്നത് 2018 8 തൊട്ട് 18 വരെ 10 വർഷമുണ്ട്. അൽത്താഫിൻ്റെ കാലിഞ്ഞുണ്ടലുണ്ട്. അപ്പോൾ ഇതൊക്കെ അതുപോലെ കഞ്ഞി ജയിലിൽ നിന്ന് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ റിയൽ ക്യാരക്ടേഴ്സ് ആണോ? അത് പേര് മാറ്റിയിട്ടുണ്ടോ? കുറേ റിയലാണ്. അതെ, പേര് മാറ്റിയിട്ടുണ്ട്. അൽത്താഫും കഞ്ഞിയും ഒക്കെ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ഒരു 2-3 ക്യാരക്ടേഴ്സുകളെ ചേർത്തിട്ടൊക്കെയാണ് എഴുതിയേക്കുന്നത്. പക്ഷെ പേലക്കുട്ടൻ ഉണ്ട് തിരുവനന്തപുരത്ത്. അപ്പൊ ഈ റിയൽ ക്യാരക്ടേഴ്സ് വിളിച്ചോ? അല്ല, ഒരു ചേട്ടൻ എന്നെ വിളിച്ച് ഉള്ളാലോടെ എന്തിനാണ് വേറെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വരാൻ പറഞ്ഞു തരാമല്ലേ. പിന്നെ 2 പേര് വിളിച്ചു. അപ്പം പിന്നെ സാബുചേട്ടന്, ഗുണ്ടുകാട് സാബുചേട്ടനും ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ സാബുചേട്ടനൊക്കെ നമുക്ക് ചെറുതിലേ അറിയാം. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇതിൻ്റെ ഈ മിൽക്കിനെ കുറിച്ചൊക്കെ ഉള്ളത്, മിൽക്കിൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയാം. അപ്പോൾ പുള്ളി വേണമെങ്കിൽ അന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്നൊക്കെ എനിക്ക് പറഞ്ഞായിരുന്നു. ഭയങ്കര രസമാണ് പ്രശാന്തിന്റെ സംസാരം. ഇത് എവിടുത്തെ സ്ലാങ് ശരിക്കും? ഇത് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയിട്ട് ഞാൻ കുറച്ച് മിക്സ് ആയി. പക്ഷെ നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ കറക്റ്റ് ആ രീതി അതിലേക്ക് വരും. ഇനി IIT ഡിസൈനിങ് സ്കൂളിലേക്ക് പോയ പ്രശാന്തിന്റെ സ്റ്റോറിയിലേക്ക് വരാം. നമുക്ക് എപ്പോഴാണ് അങ്ങനെ ഒരു ആഗ്രഹം വന്നത്? സിനിമ എടുക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പം ഇൻഫോസിസ് തുടങ്ങിയ സിനിമ ആഗ്രഹം. സിനിമ ഞാനൊരു ജുറാസിക് പാർക്കൊക്കെ കണ്ടിട്ട് വീട്ടിൽ വന്നപ്പോൾ ഇതൊരാൾ എഴുതി ക്യാമറ ഷൂട്ട് ചെയ്തെന്നൊക്കെ തോന്നിയപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ചെയ്യണമെന്നൊക്കെ തോന്നി. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പിന്നെ 10th എന്നെ ബ്രിട്ടീഷ് ലൈബ്രറി കൊണ്ടുവിട്ടപ്പോഴത്തേക്കും ഒരു ബുക്ക്, ഒരു ഡയറക്ടർ അപ്പോക്കലിപ്സ് നൗ എടുത്തതിനെ കുറിച്ചൊരു ബുക്ക്. അപ്പോൾ ഈ അപ്പോക്കലിപ്സ് നൗ സിനിമയാണെന്നില്ല എനിക്ക് അറിഞ്ഞൂടെ. അപ്പം ഞാനിത് കുറേ ഫോട്ടോ ഒക്കെ ഉള്ളൊരു ബുക്ക് വായിച്ചു കഴിഞ്ഞ് പിന്നെ ലൈബ്രറിയിലൊക്കെ കൊണ്ടുവിടുമായിരുന്നു. അപ്പോൾ ഞാൻ വായിക്കും. ബ്രിട്ടീഷ് ലൈബ്രറി കൊണ്ടുവിടുന്നത് അമ്മ കൊണ്ടുവിടും, അച്ഛൻ കൊണ്ടുവിടും, പബ്ലിക് ലൈബ്രറിയിലും കൊണ്ടുവിടും. ബ്രിട്ടീഷ് ലൈബ്രറിയും അഗെയിൻ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ബ്രിട്ടീഷ് ലൈബ്രറി നമുക്ക് 1 ഡേ അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷ് ലൈബ്രറി ലോങ് മെമ്പർഷിപ്പ് പിന്നെയാണ് എടുത്തത്, കുറേ കഴിഞ്ഞിട്ടാണ്. പബ്ലിക് ലൈബ്രറിയിൽ ഒരുപാട് കൊല്ലം ഞാൻ 4th തൊട്ടേ മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ കോൺസ്റ്റൻ്റ്ലി ലൈബ്രറി തന്നെ ഇരിക്കും, വായിക്കും, ബുക്ക് എടുക്കും.
അങ്ങനെ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം വന്നു. സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അച്ഛൻ എനിക്കൊരു ഹാൻഡി ക്യാം തന്നു. ചേട്ടൻ അത് വെച്ച് നമ്മളൊരു സാധനമൊക്കെ ഷൂട്ട് ചെയ്ത് മൂവി മേക്കറിലിട്ട് എഡിറ്റൊക്കെ ചെയ്തപ്പം ഇത് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു തോട്ട് വന്നു. പിന്നെ കുറേ കാലം അത് പോയി. കോളേജിലൊക്കെ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻഫോസിസ് തന്നെ പിരിച്ചു വിട്ടായിരുന്നു. ഇൻഫോസിസ് ലേ ഓഫ് ചെയ്തായിരുന്നു, ബിഗ്ഗസ്റ്റ് ലേ ഓഫ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇൻഫോസിസ് 2008. ആ ഇതിൽ ഡെസ്പായിട്ട് ലൈക്ക് ഭയങ്കര ബാഡ്, ഏറ്റവും വേഴ്സ്റ്റ് സ്റ്റേജ് ഇൻ മൈ ലൈഫാണ്. അതൊക്കെ കടന്ന ജീവനോട് ഇരിക്കുന്നത് തന്നെ ഭാഗ്യമാണ്. കാരണം ഞാൻ റാങ്ക് ഹോൾഡറൊക്കെ ആയിരുന്നു. അപ്പോൾ ഇൻഫോസിലും കൂടെ എത്തി. അപ്പോൾ നമ്മുടെ കുടുംബമൊക്കെ രക്ഷപ്പെടും, നിറയെ പൈസയൊക്കെ വരും വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്നുമില്ല, റിസഷൻ, എഡ്യൂക്കേഷൻ ലോണും അടയ്ക്കാനുണ്ട്. ഓൾ ടുഗദർ ഐ വെൻറ്റ് ഇൻ ടു എ വെരി ബാഡ് സ്റ്റേജ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഏൺസ്റ്റനിങ്ങിൽ ജോലി മേടിച്ചു, ചിത്ര എന്ന് പറയുന്നൊരു പുള്ളിക്കാരി. ചിത്ര ഇൻട്രൊഡ്യൂസ് മീ ടു അനദർ പേഴ്സൺ ഹൂ വാസ് ഫ്രം IDC. അപ്പോൾ അയാൾ അവിടെ PhD ചെയ്യുന്നു, IIT PhD ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ സീഡ് എക്സാമിനെ കുറിച്ച് അറിഞ്ഞു. അപ്പം ഞാൻ FTA എപ്പോഴെങ്കിലും എഴുതണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ FTAയും അന്ന് പൈസ ഇപ്പോഴും അത് FTA പൈസ തന്നെ കൊടുക്കണം, ഗവൺമെൻറ് ആണെങ്കിലും പെയ്ഡാണ്. അപ്പോൾ IIT ഫണ്ട് വേണം, ബട്ട് യു ഓൾസോ ഗെറ്റ് സ്റ്റൈഫൻഡ്. ആൻഡ് സിനിമയുടെ 2 കോഴ്സുകളുണ്ട്, ഡിജിറ്റൽ വീഡിയോ കമ്മ്യൂണിക്കേഷൻ, അഡ്വാൻസ് ഡിജിറ്റൽ വീഡിയോ കമ്മ്യൂണിക്കേഷൻ. അത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലും പിന്നെ ഫിലിം അപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് അനിമേഷനിലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് അനിമേഷൻ. അപ്പോൾ ഇത് രണ്ടും കയറാമെന്ന് വിചാരിച്ചാണ് IIT കയറിയത്. അപ്പോൾ ഞാൻ എഴുതി, എനിക്ക് ഓൾ ഇന്ത്യ 19 റാങ്ക് കിട്ടി. ഇത് ഡിസൈൻ ആയതുകൊണ്ട് ഞാൻ ട്രെയിനിങ്ങിനൊക്കെ പോയി. ഇടയ്ക്കൊരു സമയത്ത് വെച്ച് ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴത്തേക്ക് ഞാൻ ജോലിയും ക്വിറ്റ് ചെയ്തു. കാരണം ജോലി ഉണ്ടെങ്കിൽ എവിടെയോ നമുക്കൊരു കുഷൻ കാണുമെന്ന് വിചാരിച്ചിട്ട് ജോലി ക്വിറ്റ് ചെയ്ത് തന്നെ പോയി മറ്റേ ലൂസ് അടിച്ച്. അതെ, ഭയങ്കര വരയ്ക്കുന്ന ആളായതുകൊണ്ട് ഈ IIT ഡിസൈൻ സ്കൂളിലേക്കുള്ള എക്സാം എളുപ്പമായിരുന്നു. അതെ, അങ്ങനത്തെ ഒരു രസമുള്ള എക്സാമാണ്. അതിൽ ഇപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ഞാൻ എഴുതിയത് ചിലപ്പോൾ എനിക്ക് കിട്ടത്തില്ല. കാരണം ഇപ്പോൾ അതിൽ വേറെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു തുടങ്ങി. അതായത് സ്കെച്ചിങ്ങും വിഷ്വലൈസേഷനും അങ്ങനത്തെ സ്റ്റോറി ബോർഡിങ്ങും അങ്ങനത്തെ സാധനം പ്രോഡക്റ്റ് ഡിസൈനും അല്ലാതെ ഇപ്പം ജനറൽ നോളജൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ എഴുതുന്നെങ്കിൽ കിട്ടത്തില്ല. ഞാൻ ഇപ്പം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ അവിടെ. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ അതൊരു ടഫർ എക്സാമായി. അന്ന് ഡിസൈനിങ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, ആർട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, ആർട്ടിലെ ഡിസൈൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് ക്രാക്ക് ചെയ്ത് അവിടെ ചെന്ന് ഞാൻ എൻ്റെ ഒരു ഫാക്കൽറ്റി ഉണ്ടായിരുന്നു, സുദേശ് ബാലൻ സർ. സോ ഹീ ഈസ് എ ഡിജിറ്റൽ ഫിലിം മേക്കർ ആൻഡ് വി ആർ ഗെറ്റിംഗ് എക്സ്പോസ് ടു ഡിജിറ്റൽ സിനിമ. ആ സമയത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ശാലിനി ഉഷ നായർ അവർ ഒരു 5D ക്യാമറയിൽ അകം എന്ന് പറയുന്ന പടം എടുത്തു. അപ്പം അതേ ഒരു ട്രിക്കും ടെക്നിക്കും വെച്ചിട്ട് പിന്നെ വീണ്ടും മലയാളത്തിൽ ചാപ്പക്കുരിശ് വന്നു, 5Dയിലൊക്കെ ആൾക്കാർ സിനിമ എടുക്കാൻ തുടങ്ങി. അപ്പോൾ വിൻസെൻ്റ് ലാഫ്രറ്റ് 5D ഫിലിം എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ സുദേശ് ബാലൻ സാറ് എക്സ്പോസ് ചെയ്തു. അങ്ങനെ നമ്മളും 6D 5D Mark 2 Mark 3 അതൊക്കെ വെച്ചിട്ട് ആദ്യം ഫിലിം എടുത്ത് തുടങ്ങി. അങ്ങനെ IIT ഇറങ്ങിയതിന് ശേഷമാണോ ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കിയത്? അല്ലല്ല, നമുക്ക് കോഴ്സിൽ ഭാഗമായിട്ട് നമുക്ക് ഫൈനലി P1 P2 P3 എന്ന് പറയുന്ന 3 പ്രോജക്റ്റ് ഉണ്ട്. ഇപ്പം ബേസിക്കലി ഡിസൈൻ പ്രോജക്ട്സ് ആണ് ചെയ്യേണ്ടത്. കാരണം സം ഓഫ് ദി ഫാക്കൽറ്റി ഇൻ IIT ബിലീവ്സ് ദാറ്റ് സിനിമ ഇസ് നോട്ട് ഡിസൈൻ. കാരണം നമ്മൾ 2 ഇമേജുകൾ ജക്സ്റ്റപോസ് ചെയ്യുമ്പോൾ ബ്രെയിൻ ഒരു ഓട്ടോമാറ്റിക്കലി മീനിങ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുൽശിവ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഡിസൈൻ ഇല്ല. എന്ത് തമ്മിൽ എക്സ്ട്രാപ്പോസ് ചെയ്ത് വെച്ചാലും ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി മീനിങ് ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് കുറേ പേര് സിനിമയെ ഡിസൈനായിട്ട് കണക്കാക്കുന്നില്ലാത്ത പ്രൊഫസർമാരുണ്ടായിരുന്നു. താങ്ക്ഫുള്ളി എൻ്റെ പ്രൊഫസർ സുദേശ് സാറ് സിനിമ ഡിസൈനാണെന്ന് വിശ്വസിക്കുന്നത് എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഫിക്ഷൻ തന്നെ ചെയ്തു. പ്രശാന്തിൻ്റെ ഫിലിംസ് ഡിസൈൻഡ് ആണോ? എൻ്റെ ഫിലിംസ് ഡിസൈൻഡ് ആണ്. എക്സാമ്പിൾ പറഞ്ഞുതരാം. അത് ഇപ്പം 4.5 ഗാങ്സിൽ 4th എപ്പിസോഡ് കംപ്ലീറ്റ്ലി 20 മിനിറ്റും ഇരുട്ടത്താണ് നടക്കുന്നത്. അപ്പോൾ ഇരുട്ടത്ത് നടക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് ഉറക്കം വരാം, സ്ലീപ്പി ആവും. അപ്പം അത് കാരണം ഇടയിൽ എവിടെയെങ്കിലും വെളിച്ചവും വരണം, പ്രൈമലായിട്ടുള്ള ശബ്ദങ്ങളും വരണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് സെന്തിലിനെ അടിക്കുമ്പോഴത്തേക്കും സെന്തിൽ മറ്റേ പഴയ സ്വപ്നത്തിലോട്ടൊക്കെ പോയിട്ട് വരുന്നത്. അപ്പം ബേസിക്കലി ആ പ്യൂപ്പിളിനെ ഡയലേറ്റ് ചെയ്ത് പ്യൂപ്പിളിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സാധനം. അപ്പോൾ അതാണ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ്റെ ഒരു സീക്രട്ട്. പക്ഷേ നമ്മൾ ഉറക്കം വരണ്ടെങ്കിൽ വെളിച്ചത്തിൽ നമ്മൾ ഉണരും, ലൗഡ് സൗണ്ട്സിൽ വെളിച്ചത്തിൽ എഴുതുമ്പോഴെങ്ങനെ ഡിസൈൻ ചെയ്യോ? ഞാൻ ആ എപ്പിസോഡ് ഫുൾ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇത് ഫുൾ ഇരുട്ടാണ്. പിന്നെ വേറെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടത്ത് നടക്കുന്ന കഥകൾ ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ടുണ്ട് സേക്രഡ് ആർട്സിൽ വെച്ച്, ഒരു നല്ല സ്റ്റുഡൻറ്റ്. അവൻ്റെ വെച്ച് സാർ ഈ കാണിക്കുന്ന സിനിമകളെല്ലാം ഇരുട്ടത്താണല്ലോ സാറേ. അപ്പോൾ ഞാൻ നല്ല കോൺട്രാസ്റ്റും നല്ല ലോക്കി ലൈറ്റും ഒക്കെ ഉള്ള സിനിമകൾ കാണിക്കുമ്പോഴത്തേക്കും ഇവരിത് ഇരുട്ടുള്ള സിനിമയെന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് മനസ്സിലായത് ഒരുപാട് കോമൺ ഓഡിയൻസിനും
അങ്ങനെ തോന്നാം സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇൻട്രീഗ് ആയിട്ടുള്ള മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ബ്രൈറ്റ് ലൈറ്റ്സ് വെച്ച് തന്നെ ഷൂട്ട് ചെയ്യും. ഓൾസോ നമ്മുടെ തിയേറ്ററുകൾ അത്ര കാലിബ്രേറ്റഡ് അല്ല. അപ്പം നമ്മൾ ഭയങ്കര നല്ല കോൺട്രാസ്റ്റുള്ള സിനിമകൾ എടുത്താൽ ഇവർ ബ്രൈറ്റ്നെസ് ഒക്കെ കുറച്ച് വെച്ചിട്ട് അവസാനം ഇത് ഫുള്ള് ഇരുട്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴേ ചിന്തിക്കും, അല്ലെങ്കിൽ എൻ്റെ ടീമിലുള്ള എല്ലാവരും, ഞാൻ മാത്രമല്ല, എൻ്റെ DOP പ്രയാഗ് ആണെങ്കിലും DOP വിഷ്ണു ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ അസോസിയേറ്റ് നിഖിലാണെങ്കിലും നമ്മൾ ഈ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഡിസൈനിങ് അതിലുണ്ട്, അതുണ്ട്. സൗണ്ട് ഡിസൈനർ വർക്ക് ചെയ്യണമെങ്കിലും ഒക്കെ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു എക്സ്റ്റീരിയർ ഷോട്ട് ഇങ്ങനെ ഒരാൾ നിൽക്കുന്ന കാണിക്കുമ്പോൾ വിഷമമാണെങ്കിൽ അവിടെ ആംബുലൻസിൻ്റെ ശബ്ദം എവിടെയെങ്കിലും കേൾക്കുന്ന പോലെ, അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ശബ്ദങ്ങളും എല്ലാം സൗണ്ട് ഡിസൈനിലും ഒക്കെ ആഡ് ചെയ്യും. അല്ലെങ്കിൽ ടൈം കാണിക്കണമെന്ന് മോസ്കിൽ നിന്നുള്ള വാങ്കുകളി അങ്ങ് ദൂരെ ഇടും. ചുമ്മാ എന്ന് വെച്ചാൽ എവറിത്തിങ് ഷുഡ് കമ്മ്യൂണിക്കേറ്റ്. കാരണം എൻ്റെ ടോപ്പിക്കുകൾ കുറച്ച് ന്യൂആൻസ്ഡും കുറച്ച് ആബ്സ്ട്രാക്റ്റിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുന്നതൊക്കെയാണ്. അപ്പോൾ അതിനെ പാക്ക് ചെയ്യുന്നത് ക്ലീഷേസിലും ഈ ഡിസൈൻസിലും ഒക്കെ വെച്ചിട്ടാണ്. ക്ലീഷ എന്ന് പറയുമ്പോൾ ടൈം കാണിക്കുന്നത് അല്ലല്ല. ക്ലീഷ എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി ഇപ്പോൾ പുരുഷപ്രേതം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കേസ് അന്വേഷണം, ഒരു സ്ത്രീയുടെ ഹസ്ബൻഡിനെ കേസ് അന്വേഷിക്കുന്നത് നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള അന്വേഷണ സാധനമാണ്. അപ്പോൾ ആ അന്വേഷണ ക്ലീഷയുടെ മുകളിലാണ് ഞാൻ റൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലീഷയെ പോലത്തെ സാധനങ്ങൾ ഒരുപാട് വന്നിട്ട് എവിടെയെങ്കിലും അതങ്ങ് മാറും. സോ ദാറ്റ് ആ ഓഡിയൻസിന് മോട്ടിവേഷൻ കിട്ടും. അല്ലെങ്കിൽ ഞാൻ മറ്റേ രീതിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ സംഘർഷാടന പോലെ ഇരിക്കും. IIT പ്രൊഫസറാണ്. അതെ, അഡ്ജങ്ക്റ്റ് ആയിരുന്നു. ഓക്കെ. തേവര കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്, വിസിറ്റിംഗ് പ്രൊഫസറാണ്. എന്താ പഠിപ്പിക്കുന്ന കുട്ടികളെ ഇപ്പോൾ? IDCയിൽ ഞാൻ ആദ്യം പഠിപ്പിച്ചത് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഫിലിം മേക്കിങ്ങും ആണ്. പിന്നെ എനിക്ക് ഫോട്ടോഗ്രാഫിയുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ അത് സുദേശ് സാർ തന്നെ തന്ന. പിന്നെ അൽക്ക മാം എന്ന് പറയുന്ന അൽക്ക ഹിംഗോറാനി എന്ന് പറയുന്ന ഒരു ഫാക്കൽറ്റി, ഷി ഗേവ് മി എ കോഴ്സ് കോൾഡ് വേൾഡ് ഓഫ് ഇമേജസ് ആൻഡ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് എ ബ്യൂട്ടിഫുൾ കോഴ്സ്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രം നമ്മൾ പോയിന്റിലിസം അല്ലെങ്കിൽ ഇസംസുകളുണ്ടല്ലോ, മിനിമലിസം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ തൊട്ട് നീൽ ബ്ലോം ക്യാമ്പിൻ്റെ സൈഫൈ ഫിലിംസ്, അല്ലെങ്കിൽ അൺറിയൽ എഞ്ചിൻ വെച്ച് ചെയ്യുന്ന വിർച്വൽ ഫിലിം മേക്കിങ്. അന്ന് ഞാൻ പഠിപ്പിച്ച് പീക്കാറ്റുന്ന സമയത്ത് AI തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാലും അന്ന് മിഡ് ജേണിയൊക്കെ നമ്മൾ AI ജനറേറ്റഡ് സാധനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വാസ് ഇൻ ദ നേസൻ സ്റ്റേജ്. അപ്പോൾ ഇങ്ങനെ ഫിലിം മേക്കിങ്ങിൻ്റെ സാധ്യതകളും ഇമേജിൻ്റെ സാധ്യതകളും ഒബ്ജക്ട്സുകളുടെ മീനിങ്ങുകളും ഒക്കെയാണ്. അതാണ് എൻ്റെ ഫേവറേറ്റ് കോഴ്സ്. തേവരയിൽ ഞാൻ പ്രീ പ്രൊഡക്ഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലായിടത്തും ഇങ്ങനത്തെ പ്രീ പ്രൊഡക്ഷനാണ്. കോർ ഡിസൈൻ കോഴ്സ് പഠിപ്പിച്ചിട്ടുള്ളത് NIFTയിൽ ഒരു ഡിസൈൻ കോഴ്സ്, ഡിസൈൻ തിങ്കിങ്ങിൻ്റെയൊക്കെ കോഴ്സുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ കൃഷാന്ത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ്, ചില ടേംസ് ആണ്, ഇതെന്താ നമുക്ക് പറഞ്ഞു തരണം. ഓക്കെ. യൂസർ ടെസ്റ്റ്, സിനിമ എങ്ങനെ യൂസർ ടെസ്റ്റ് ചെയ്യുക? സിനിമ നമ്മൾ സീരീസിന് ചെയ്തിട്ടുണ്ടോ? എല്ലാത്തിനും ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ബന്ധമുള്ള കുറേ ആൾക്കാർ, ഒരു 4-5 പേരെ വിളിച്ചിട്ട് സിനിമ കാണിക്കും. അപ്പം നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യും, അവർക്ക് എവിടെ ബോറടിച്ചെന്നൊക്കെ മനസ്സിലാവും. പിന്നെ ബന്ധമില്ലാത്ത, ഇതിനെക്കുറിച്ച് ഒരു അറിവില്ലാത്ത കുറേ പേര് വിളിച്ച് ഇതൊരു ഡിസൈൻ പ്രാക്ടീസാണ്. ഡിസൈനിൽ മറ്റേ 5 സ്റ്റെപ്പ് ഡിസൈൻ പ്രോസസ്സിൽ ഫൈനൽ സ്റ്റെപ്പ് ഫീഡ്ബാക്കാണ്. ഫീഡ്ബാക്കും കൂടെ കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് ഇറക്കത്തുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മൾ ഇവർ പറയുന്നതിൽ ഇപ്പം നമുക്ക് ഇത് ആർട്ടും കൂടെ ആയതുകൊണ്ട് ഇവർ പറയുന്ന എല്ലാ ഫീഡ്ബാക്കും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. എന്നാലും ലോജിക്കലി തോന്നുന്ന സാധനങ്ങളൊക്കെ എടുക്കും. അത് പിന്നെ ആയപ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ ബിഗർ ഓഡിയൻസിനെ വെച്ചിട്ട് യൂസർ ടെസ്റ്റ് ചെയ്യും. യൂസർ ടെസ്റ്റ്. ഐബോളിംഗ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. ഐബോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരുടെ ഈ ഇമേജ് ഫുള്ളായിട്ട്, ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് വൈറ്റിലെ ബോർഡ് വയ്ക്കുമ്പോൾ വൈറ്റിൽ ഏത് ബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ശ്രദ്ധ കിട്ടും എന്നാലോചിക്കുന്നതോട്ട് ഡ്രസ്സ് ഏത് ധരിച്ചു കഴിഞ്ഞാൽ മെലിഞ്ഞിരിക്കും എന്നൊക്കെ പറയുന്നത് എല്ലാം ആൾക്കാരുടെ അറ്റൻഷൻ നമ്മളെങ്ങനെ ഗ്രാബ് ചെയ്യുന്ന ഒരു അറ്റൻഷൻ ഗ്രാബിങ് മാർക്കറ്റ് എക്കണോമിയിൽ ഐബോൾ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഡിസൈനർക്ക് അറിയാം അതൊക്കെ. അത് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. എന്ന് വെച്ചാൽ ഹുക്കൊക്കെ ഉണ്ടല്ലോ റീലില്, ഒരാളുടെ കഴുത്ത് വെട്ടുന്ന പോലെ തുടങ്ങിയിട്ട് പക്ഷെ നിങ്ങൾ മാവേലിക്കര കട തുടങ്ങിയിട്ടുണ്ട് വരണമെന്ന് പറയില്ലേ, അത് ഐബോളിങ് തന്നെ. നമ്മൾ പെട്ടെന്ന് നമ്മുടെ പ്രൈമലിന് എടുക്കുന്നത്. അത് സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുമോ? സിനിമയിൽ ഭയങ്കര ഹൈ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടയറിങ് ആയിപ്പോൾ. പക്ഷേ ഉപയോഗിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇറ്റ്സ് ടയറിങ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ കുറച്ചുകൂടെ ഇമേഴ്സീവാണ് സിനിമയുടെ ഒരു റിവാർഡ് തരുന്നത്. ഇപ്പോൾ നമ്മുടെ ഡോപ്പമൈൻ ബോഡിയെ ഒന്നുകൂടെ റിലാക്സ് ചെയ്യിപ്പിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അത് പെട്ടെന്ന് കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ മാർവലിൻ്റെയൊക്കെ സിനിമയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ സീൻസിലും എന്തെങ്കിലും ഒരു ഹുക്ക് സാധനങ്ങൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലാസ്റ്റ് ഫൈറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എപ്പോഴും ഫൈറ്റുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാ സ്ഥലവും യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ ഗ്രാവിറ്റി ഇല്ലാത്ത പോലെ ഫ്ലോർ എവിടെയാണെന്ന് അറിയാത്ത പോലത്തെ ഷോർട്സുകളൊക്കെ വരും. അപ്പോൾ നമ്മൾ ഹുക്കിലാണെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റും. അതെ.
ഓക്കെ, നമ്മൾ OTT പ്ലാറ്റ്ഫോംസിന് വേണ്ടിയിട്ട് സീരീസ് ചെയ്യുമ്പോൾ, പടം ചെയ്യുമ്പോൾ ഡേറ്റ ഒരുപാടുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ ഡേറ്റ മുന്നിൽ വെച്ച് പടം ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഹൗ ഇസ് ഇറ്റ് ഡിഫറെൻറ്റ്? എനിക്ക് എൻ്റെ എല്ലാ പടങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് വിറ്റുപോയത്. സീരീസിൽ മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഇടയ്ക്ക് വന്നത്. അപ്പോൾ അവർ പറയുന്ന ഫീഡ്ബാക്കിൻ്റെ അവരുടെ കൂടെ നെഗോഷിയേറ്റ് ചെയ്ത് വഴക്കുണ്ടാക്കാതെ ഒരു മിഡ് പിടിച്ച് തന്നെ പോയത്. ആൻഡ് വി ആർ ഓൾ റെസ്പെക്ട്ഫുൾ ഓഫ് ഈച്ച് അതർ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പിണങ്ങൂല എന്നുള്ളത് ഒരു റൂൾ വണ്ണായിട്ട് പ്രൊഡ്യൂസർമാരുടെ അടുത്തും പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തും പിണങ്ങത്തില്ല എന്നുള്ളൊരു നിയമം പോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു പടം നമ്മൾ IFFKക്ക് വിടണോ അല്ലെങ്കിൽ തിയേറ്ററിൽ റിലീസ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴാണ്? അതിപ്പോൾ ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാനിത് IFFKക്ക് വിടാം എന്നൊക്കെ തീരുമാനിക്കും. ഒരു എക്സ്റ്റേണൽ പ്രൊഡ്യൂസർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി IFFKക്കാട്ടും കൂടുതൽ തിയേറ്ററിൽ നിന്ന് അതിന് ആ പ്രൊഡ്യൂസറിന് മണി ഉണ്ടാക്കണം എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്. കാരണം IFFKയിൽ വരുമ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ പ്ലോട്ടും സാധനങ്ങളൊക്കെ എക്സ്പോസ്ഡ് ആവും. പിന്നെ അപ്പോൾ അത് കാരണം തിയേറ്ററിൽ വിട്ടിട്ടേ വിടത്തുള്ളൂ. അപ്പോൾ പുരുഷപ്രേതം അങ്ങനെയാണ് വിട്ടേക്കുന്നത്. എക്സ്റ്റേണൽ പ്രൊഡ്യൂസറുണ്ട്, മാൻകൈൻ സിനിമാസ്, ജോമോൻ ചേട്ടനൊക്കെ. അപ്പോൾ അത് പുരുഷപ്രേതവും തിയേറ്ററിൽ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. മസ്തിഷ്കവും തിയേറ്ററിൽ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. സംഘർഷണം ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്ത്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും. അപ്പോൾ അത് IFFK വന്നിട്ട് പോയാലും എനിക്ക് കുഴപ്പമില്ല, ആ റിസ്ക് ഞാൻ എടുക്കും. അപ്പോൾ ഒരു പടം IFFKയിൽ ആദ്യം പോകണമെന്നാണോ ആസ് എ മേക്കർ ആഗ്രഹിക്കുക? തിയേറ്റർ അല്ലല്ല, ഈ ഫെസ്റ്റിവലിൽ പോകുന്നതിന് വേറൊരു സുഖമുണ്ട്. പക്ഷേ ദിസ് ഇസ് എ ബിസിനസ് ദാറ്റ് ഇൻവോൾവ്സ് മണി. അപ്പം മണി എന്ന് പറയുന്ന സാധനം തിരിച്ച് റീകൂപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി തന്നെയാണ് നോക്കുന്നത്. പിന്നെ സംഘർഷകരണം IFFKയിൽ കണ്ട ആൾക്കാർ പോലും തിയേറ്ററിൽ വന്നപ്പോൾ കണ്ടില്ല. അപ്പോൾ അത് എനിക്കൊരു വിഷമം തോന്നി. അപ്പം അത് കാരണം അങ്ങനെ വേണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ആർട്ട് പടം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ആർട്ട് മൂവി? എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ? എനിക്ക് ഞാനിതിന് ഭയങ്കര ഡിസ്റ്റിങ്ഷൻ ഇല്ലയെന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ ആർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിയിൽ ഫൈനലി മൂവിയുടെ അകത്ത് വരുന്ന അർത്ഥങ്ങളും മൂവിയുടെ അകത്ത് വരുന്ന കഥയുടെ പല ഫാക്ടേഴ്സും നമ്മുടെ അപ്ബ്രിങ്ങിങ്ങും നമ്മുടെ ഇൻഫർമേഷനും നമ്മുടെ റീഡിങ്ങും എല്ലാം വെച്ചിട്ടാണ് മനസ്സിലാക്കി എടുക്കുന്നത്. ഇച്ചിരി ഒരു ആബ്സ്ട്രാക്ഷൻ അതിൻ്റെ അകത്ത് കാണും. അത് പൂർണ്ണമായിട്ടും അങ്ങ് കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കത്തില്ല. ഇപ്പോൾ ഒരാളൊരു വരമ്പത്തൂടെ ദൂരെ നിന്ന് നടന്ന് വരുമെങ്കിൽ നമുക്കറിയാം അയാളുടെ മാനസികാവസ്ഥ കാണിക്കാൻ വേണ്ടിയാണ് ആ ഇമേജ് വെച്ചേക്കുന്നതെന്നും, അല്ലെങ്കിൽ പതുക്കെ കാറ്റിൻ്റെ സംഭവം കാണിക്കുക, അതിനൊരു പോയട്രി ഒക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് ആർട്ടാണ്. പക്ഷേ നമ്മൾ കമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പോൾ അയാൾ അത്രയും ലോങ് ഷോട്ട് വെച്ചാൽ ഇവിടുന്ന് എന്തെങ്കിലും മ്യൂസിക്കും സൗണ്ടും ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു വോയിസൊക്കെ ഇട്ടിട്ട് ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആൾക്കാർക്ക് ഇതുമായിട്ട് എന്ന് വെച്ചാൽ മോട്ടിവേറ്റഡ് അല്ലാത്ത ആളും ഇതിന് ഇഷ്ടപ്പെടണം. മറ്റേത് മോട്ടിവേറ്റഡ് ആയിട്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ സിനിമ മനസ്സിലാക്കാനുള്ള പ്രിവിലേജ് ഉണ്ട്. നമ്മൾ ആ സിനിമ കണ്ട് നമുക്ക് മനസ്സിലാവും. ഒരു പടം നമുക്ക് കൊമേഴ്ഷ്യലാക്കി മാറ്റാൻ പറ്റുമോ? അങ്ങനെ എല്ലാ സിനിമകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രശാന്ത് തന്നെ ഉപയോഗിച്ചിട്ടുള്ള ചില ടേംസിന്റെ ഡെഫിനിഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് മോഡേൺ മേക്കിംഗ് എന്താ സിനിമയിൽ എന്ന് വെച്ചാൽ പോസ്റ്റ് മോഡേൺ മേക്കിങ്ങിൽ മോസ്റ്റ്ലി ഒരു എന്ന് വെച്ചാൽ നറേഷൻ ബാഡാണെന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു സിനിമയിൽ. അതായത് നമുക്ക് സ്കില്ലില്ലെങ്കിലാണ് വോയിസ് ഓവർ നറേഷൻ നമ്മൾ ഇടുന്നതെന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റോറീസ് എനിക്ക് ഏത് ബുക്ക് ചെയ്താണെന്ന് അറിയത്തില്ല. പക്ഷേ പോസ്റ്റ് മോഡേണിൽ അങ്ങനെ ഒന്നും ബാഡും ഇല്ല, ഒന്നും ഗുഡും ഇല്ല. ആൻഡ് ഓൾസോ നമ്മൾ കുറച്ച് ഒരു മെറ്റാ പരിപാടികളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഇതൊരു സിനിമയാണെന്ന് ആൾക്കാർക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ മനസ്സിലാവുകയും സിനിമയ്ക്കുള്ളിൽ സിനിമ വരികയും ക്യാരക്ടർ നമ്മളെ നോക്കി സംസാരിക്കുകയും ഫോർത്ത് വാൾ ബ്രേക്കിങ്. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് മോഡേൺ നറേറ്റീവിലുള്ള ഒരു ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, അതായത് സിനിമയുടെ മാജിക്കിനെ പൊട്ടിച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വരും. ക്ലീശകൾ നമ്മൾ കോൾ ഔട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ളതാണ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിൽ വന്ന അതേ സാധനങ്ങളാണ് പോസ്റ്റ് മോഡേൺ. മിനിമലിസത്തിന് ഒരു മാക്സിമലിസമാണ്. ഒരു സിംഗിൾ ടോപ്പിക്കിലല്ല നമ്മുടെ സിനിമ നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ സിനിമ കംപ്ലീറ്റ്ലി നമ്മൾ ഒരു കാസ്റ്റിസത്തിൻ്റെ എതിരെയാണ്, അങ്ങനെയൊന്നുമില്ല. പോസ്റ്റ് മോഡേണിസത്തിൽ പല 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 തോട്ടുകളും ഫിലോസഫികളും ഒത്ത് സമന്വയിക്കുന്ന സിനിമയുടെ മാജിക് പൊട്ടിക്കുക. സിനിമയുടെ മാജിക് പൊട്ടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ മാസ് സീനിൽ ഭയങ്കര മാസ് നമുക്ക് തോന്നിക്കും. പക്ഷേ പുരുഷപ്രായത്തിൽ നമ്മൾ ആ മാസ് സീൻ ചെയ്തേക്കുന്നത് ശവം എടുക്കാൻ പോകുന്ന ഒരാൾക്കാണ്. അപ്പം അയാൾക്ക് മാസ് കിട്ടും. അപ്പം ഇത് ഉന്നത കുലജാതനായ സൽഗുണസമ്പന്നനായ അങ്ങനത്തെ ഒരു സംഭവം അല്ലാതെയും ഇതിന് അതേ ട്രൂപ്പുകൾ യൂസ് ചെയ്ത് നമ്മൾ ഡിസ്ഫൈനൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഒരു പോസ്റ്റ് മോഡേൺ മെറ്റാ നറേറ്റീവ്സിലുള്ളതാണ്. ഓക്കെ, മസ്തിഷ്ക മരണം 2 ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെ, അത് എന്തായിരിക്കും, എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും? ഈ 1 ആണോ ഡിസൈഡ് ചെയ്യുക 2 എപ്പോൾ വരണം എന്നൊക്കെ? ആ 1ന്റെ ഒരു ഫേറ്റിലും കൂടെ ഡിപ്പെൻഡൻ്റ് ആണ്.
2 ഇച്ചിരി കൂടെ ബിഗറുമാണ്. 2-ൽ ഇച്ചിരി ഒരു ടൈം ട്രാവൽ കോൺസെപ്റ്റുകളൊക്കെ ഉള്ള ഒരു കോമഡി തന്നെ ആയിരിക്കും ബേസിക്കലി, ലൈക്ക് 1. അപ്പം 2 മസ്തിഷ്കം 1-ന്റെ എൻഡിൽ എഴുതിയൊക്കെ കാണിക്കും 2. കാണിക്കുന്നുണ്ട്. അതെ അതെ. ഓക്കെ, സിനിമ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് ഭയങ്കര ഡിബേറ്റ് നടന്നു റീസെന്റ്. അപ്പം പ്രശാന്ത് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, നോ സ്മോക്കിംഗ് സിനിമ കണ്ടിട്ട് വലിക്കാൻ തോന്നിയെന്ന്. അപ്പോൾ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യോ? ആ സിനിമ ഭയങ്കര ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ളൊരു മീഡിയ ആയതുകൊണ്ട് സിനിമ ഭയങ്കര ട്രെയിൻഡ് മൈൻഡ് അല്ലെങ്കിലും ഭയങ്കര പ്രിവിലേജിൽ നിന്നിട്ട് സിനിമയായിട്ട് കാണാൻ പറ്റുന്ന മൈൻഡ് അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ സിനിമ വളരെ എളുപ്പത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം ഇത്ര ഈസി ആയിട്ട് ഉള്ള മീഡിയമാണ്. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നത്. ഓക്കെ, മസ്തിഷ്ക മരണം തിയേറ്ററിൽ കാണാൻ പോകുന്നവരോട് എന്താ പറയാനുള്ളത്? മസ്തിഷ്ക മരണം തിയേറ്ററിൽ കാണാൻ പോകുന്നവർ ബയസൊക്കെ മാറ്റി വെച്ചിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെ പോവുക. കാരണം ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫാസ്റ്റ് റൈഡ് ആൻഡ് അങ്ങനത്തെ ആ ഫാസ്റ്റ് റൈഡിൽ എൻജോയ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇത് ചെയ്യും. കണക്ഷനുകൾ ആലോചിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് കട്ടാവും. കാരണം സിനിമയിൽ ഇങ്ങനെ ഇവൻറ്റ് ആഫ്റ്റർ ഒരു മസ്തിഷ്ക മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എൻജോയ് ചെയ്യാതെ മ്യൂസിക്കും എല്ലാത്തിലും ലൈക്ക് ഹാവ് ഫൺ ആൻഡ് ഗോ ഇൻ ഗ്രൂപ്പ്സ് സോ ദാറ്റ് യു ഗെറ്റ് ടു എൻജോയ് ടുഗെദർ. അതിൻ്റെ ഒരു ഇപ്പോൾ 4.5 ഗാങ്സിലും അതുണ്ട്. 2-3 പേര് ഒത്തിരുന്ന് കാണുകയാണെങ്കിൽ 4.5 ഗാങ്സ് ഒരു മാജിക്കാണ്. ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ 4.5 ഗാങ്സിൽ അയ്യോ എന്നൊക്കെ തോന്നൽ വരാം, അൺലെസ് യു ആർ എ മോട്ടിവേറ്റഡ് ആൻഡ് യു ലൈക്ക് മൈ സ്റ്റൈൽ ഓർ യു ലൈക്ക് സച്ച് സിനിമ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. വാട്ട് ഈസ് യുവർ സ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താ പറയുക? എൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോഴും ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മെനി തിങ്സ് ടുഗെദർ കമ്മിങ് ടുഗെദർ ആൻഡ് സംഹൗ ഇറ്റ് മേക്ക് സെൻസ് ഒക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഇതാണ് എൻ്റെ സ്റ്റൈല്. സൂപ്പർ. അപ്പോൾ ഈ സ്റ്റൈലിലും പുതിയ സ്റ്റൈലിലും ഒരുപാട് സിനിമകൾ വരട്ടെ. ശരി, താങ്ക് യു സോ മച്ച്. ഒരുപാട് ഇൻസൈറ്റ്സ് ആസ് എ കോമൺ മാൻ എനിക്ക് തന്നു. ഓക്കെ, കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അത് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. മസ്തിഷ്ക മരണവും കിട്ടട്ടെ എല്ലാവർക്കും. കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.